യേശു പറയും, മക്കളെ ഞാൻ നിനക്ക് മുമ്പായി നടക്കാം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. യെശയ്യാവ് 45:1 വായിക്കുമ്പോൾ, 1-2 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഞാൻ നിൻ്റെ മുമ്പായി നടക്കും. ആമേൻ, മുമ്പായി നടക്കും. ആരും ഇല്ലെന്ന് തോന്നും സഹോദര. ഓ സ്തോത്രം. ഇന്ന് നീ കാണുന്നവർ നാളെ ഒരുപക്ഷെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. അവസരങ്ങളൊന്നും നീ നഷ്ടമാക്കരുത്. ഇന്ന് കാണുന്നവരെ നാളെ നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുകയും കർത്താവായ യേശുക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യണം. ഓരോ സെക്കൻഡും ആമേൻ സ്തോത്രം ഒരുക്കത്തോടെ ഇരിക്കണം. എങ്ങനെ ഇരിക്കണം? ഒരുക്കത്തോടെ ഇരിക്കണം. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്കറിയാൻ പറ്റൂല, ഒന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഒരുക്കത്തോടെ ഇരിക്കുക. എങ്ങനെ? യേശുവിനെ കർത്താവായി സ്വീകരിച്ച് നമുക്ക് ദൈവം തരുന്ന അവസരങ്ങൾ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിച്ച് പാവത്തെ വിട്ടുതിരിഞ്ഞൊരു പുതിയ ആളായി, എങ്ങനെ ഒരു പുതിയ ആളായി ഹല്ലേലൂയ. എങ്ങനെ പുതിയൊരാളായി മാറിപ്പോകുന്ന ഒരാളായിട്ടല്ല, നിറം മാറുന്ന ഒരാളായിട്ട്, പിന്നെ എങ്ങനെ പുതിയൊരാളായിട്ട് യേശുവുള്ള ഒരു മകനായി, യേശുവുള്ള ഒരു മകളായി വേണം ജീവിച്ച് ഒരുങ്ങിയിരിക്കാൻ. നമുക്കിനി വേറെ ഒന്നും പറയാൻ സ്തോത്രം ഇപ്പോഴല്ല സമയം, അല്ലേ? ഒന്നും ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാനുള്ള സമയം ഇല്ല. സ്തോത്രം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒന്നും നമുക്ക് പറയാനുള്ള സമയമില്ല. പിന്നെയോ ഒരുങ്ങാനുള്ള സമയമേ ഇനിയുള്ളൂ. കാരണം യേശു വാദിക്കൽ. ഹല്ലേലൂയ. യേശു എവിടെയാണ്? വാദിക്കലാണ്. അതുകൊണ്ട് ഇനി വേറെ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. നമുക്കിനി ഒരുങ്ങി അപ്പൻ്റെ വരവിൽ എടുക്കപ്പെടണം. അത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയാം, യേശു ഈ നാളുകൾ ആമേൻ ഇന്ന് ആരാധനയ്ക്കകത്തായിരിക്കും യേശു വരിക. കാരണം ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സ്തോത്രം. അത് ഇവിടെ ഉള്ളതാണ്. പക്ഷേ ഗാസയിൽ ഇസ്രായേലുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്ന് വേറൊന്നും അല്ല. സ്തോത്രം. അവിടെ യുദ്ധം നടക്കുമ്പോൾ, തിരുവചനത്തിലെ ആ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണർന്നോളണം. ഓ സ്തോത്രം. ചില ആലോചനകൾ മാത്രമേ, പ്രവചനം മാത്രമേ ഇനി നിറവേറാനുള്ളൂ. കാരണം എന്താ? യേശു വരാറായി. ആമേൻ. ആ കർത്താവ് വരാറായി. കർത്താവ് രാജാവായി മണവാളനായിട്ടും ആ സ്തോത്രം വരാറായി. അതുകൊണ്ട് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിച്ചോളണം. ഉണർന്നുകൊള്ളുക. പാപം വിട്ട് ഉണർന്നുകൊള്ളുക. രക്ഷിക്കപ്പെടാത്തവർ ആരെല്ലാം ഉണ്ടോ രക്ഷിക്കപ്പെട്ടുകൊള്ളുക. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. രക്തം കൊണ്ട് കഴുകൽ പ്രാപിക്കുക. അവസാനം തള്ളപ്പെടുന്ന ലിസ്റ്റിൽ നമ്മൾ ആരും വീടുപോകല്. അവസരങ്ങൾ പാഴാക്കരുത്. സ്തോത്രം. ആരും എനിക്കില്ലെന്ന് തോന്നും സോദരാ, വന്നിടുക. യേശു നിനക്ക് എല്ലാമാണ്. യേശു മാത്രമാണ് നമുക്ക് എല്ലാമായിട്ടുള്ളത്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ നമ്മൾ കയറി അങ്ങ് അവിടെ കാണണം. ഒരുമിച്ച് കാണണം. ഇവിടെ നമ്മൾ ആലയത്തിൽ കാണുന്നത് പോലെ, ഓ ദൈവത്തിന് സ്തോത്രം, ഇവിടെ ഒരുമിച്ച് കാണണം. സ്വർഗത്തിൽ ഒരുമിച്ച് കാണണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ഭയങ്കരമാകുന്ന പ്രതിസന്ധികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം നടന്ന നിങ്ങൾ കണ്ടു കാണും. ഞാനത് ഓപ്പൺ ചെയ്ത് എല്ലാ ന്യൂസും കേട്ടില്ല. പക്ഷെ സ്തോത്രം ഒരു ശകലം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്വന്തം ഭാര്യയെ സംശയിച്ച ഭർത്താവ്. സ്തോത്രം. ഭർത്താവിൻ്റെ ഡ്യൂട്ടി അറവുശാലയിൽ മൃഗങ്ങളെ അറുക്കലാണ് ഭർത്താവിൻ്റെ ഡ്യൂട്ടി. ദൈവത്തിന് സ്തോത്രം. സ്വന്തം ഭാര്യ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മനുഷ്യൻ മൃഗങ്ങളായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം, ഇതൊന്നും വേറൊന്നുമല്ല, മുൻപന്മാരെല്ലാം പിൻപന്മാരായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രശ്നങ്ങൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം, കുടുംബത്തിൽ അങ്ങ് രക്തബന്ധുക്കൾക്ക് പോലും പരസ്പരം തിരിച്ചറിഞ്ഞിടാത്ത കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം, സ്തോത്രം, യേശു വാദിക്കൽ. ഇതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. അമ്മേ, നമ്മുടെ ജീവിതത്തിനകത്ത് കോപം വരികയില്ലെന്നല്ല സ്നേഹിതരെ. കോപം വരുമ്പോൾ വീട്ടിനകത്ത് കയറണം. പെട്ടെന്ന് കയറി ആ വാതിലങ്ങ് അടയ്ക്കണം. അടച്ചിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കണം, അവിടെ മുട്ടുമടക്കി. സ്തോത്രം. കോപം വന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, അത് ചിലപ്പോൾ ആൾക്കാരെ കൊണ്ടേ പോകും. ചിലപ്പോൾ ഈ കോപം ചിലപ്പം ഹല്ലേലൂയ ചില ആൾക്കാരെ കൊണ്ടേ പോകും. കൂടുണ്ടോ നിൻ സ്വന്തക്കാരുണ്ടോ? കൂടുണ്ടോ നിൻ കൂട്ടുകാരുണ്ടോ? കൂടുണ്ടോ നിൻ സ്വന്തക്കാരുണ്ടോ? ആരും എനിക്കില്ലെന്ന് തോന്നും സോദരാ, വന്നിടുക. യേശു നിനക്കെല്ലാമാണ്. ആരും എനിക്കില്ലെന്ന് തോന്നും സോദരാ, വന്നിടുക. യേശു നിനക്കെല്ലാമാണ്. കൂടുണ്ടെന്ന് പറയുന്നോരല്ല, നാളെയുണ്ടാകുമെന്ന് എന്താണുറപ്പ്? കൂടുണ്ടെന്ന് പറയുന്നോരല്ല, നാളെയുണ്ടാകുമെന്ന്
ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ലെന്ന് അരുളിയൊരേശു നിത്യനാം ദൈവം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ലെന്ന് അരുളിയൊരേശു നിത്യനാം ദൈവം. കൂടുണ്ടോ കൂടുണ്ടോ നിൻ കൂട്ടുകാരുണ്ടോ? കൂടുണ്ടോ കൂടുണ്ടോ നിൻ സ്വന്തക്കാരുണ്ടോ? ആരും എനിക്കില്ലെന്ന് തോന്നും സോദരാ, വന്നിടുക യേശു നിനക്കെല്ലാമാണേ. ആരും എനിക്കില്ലെന്ന് തോന്നും സോദരാ, വന്നിടുക യേശു നിനക്കെല്ലാമാണേ. ഹല്ലേലൂയ. ആരും എനിക്കില്ലെന്ന് തോന്നും സോദരാ, വന്നിടുക യേശു നിനക്ക് എല്ലാമാണ്. ഹല്ലേലൂയ. ഏതൊക്കെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ താളം തെറ്റിക്കുന്നു, തകർത്ത് കളഞ്ഞ് ഞാൻ ഒറ്റപ്പെട്ടെന്ന് തോന്നുമ്പോഴും ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, നമ്മൾ യേശുവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ മുന്നോട്ട് പോവുക. നമ്മളെ കർത്താവ് തള്ളിക്കളയുകയില്ല, കർത്താവ് ഉപേക്ഷിക്കയില്ല, കർത്താവ് നമുക്ക് മുൻപായി നടക്കും. ഓ സ്തോത്രം. ഈ ഞായറാഴ്ച കർത്താവ് പറഞ്ഞ മകനെ മകളെ, ഓ നിനക്ക് മുൻപായി യേശു നടക്കാൻ പോകുകയാ. ഹല്ലേലൂയ. യേശുവിൻ്റെ വരവടുത്ത് കേട്ടോ. കർത്താവ് വാദിക്കലാണ്. പാവങ്ങളെല്ലാം വിട്ടുതിരിഞ്ഞ് കർത്താവിൻ്റെ സന്നിധി മുട്ടുമടക്കി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ഹല്ലേലൂയ. അവസരം നഷ്ടമാക്കി കളയല്ല, അവസരം നഷ്ടമാക്കി കളയല്ല. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ അവസരങ്ങൾ തരും. ഈ അവസരം ദൈവവേലക്കാർ വചനത്തിലൂടെ പറയും, നേരിട്ട് വന്ന് പറയും, ചിലപ്പം ഫോണിലൂടെ പറയും, ചിലപ്പം വിളിച്ചു പറയും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ വചനത്തിലൂടെ പറയും. അപ്പോഴെല്ലാം നമുക്ക് കാത് തുറന്ന് കേൾക്കണം. അത് എന്നോടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയണം, ഗ്രഹിക്കാൻ കഴിയണം. ഞാൻ മുട്ടുമടക്കണം. എൻ്റെ അഹങ്കാരങ്ങളെ പൊളിച്ച് മുട്ടുമടക്കി, അപ്പാ എനിക്ക് അങ്ങേക്കായി ജീവിക്കണം എന്ന്, എനിക്ക് അങ്ങേക്കായി ജീവിക്കണമെന്ന്, എനിക്ക് ഈ പാവ സ്വഭാവം വേണ്ട, എനിക്ക് ഈ മദ്യം വേണ്ട. ഇതിനകത്ത് ആരോട് പറയുകയാണ്? നിന്റെ മദ്യം നിന്നെ തകർക്കും, നിന്റെ മദ്യം നിന്നെ തകർക്കും, നിന്റെ മദ്യം നിന്നെ തകർക്കും, നിന്റെ മദ്യം നിന്നെ തകർക്കും. ദൈവം തരുന്ന അവസരം നീ തള്ളിക്കളയാതെ യേശുവിനെ സ്വീകരിച്ചോളാൻ ആരോടോ ഇതിനകത്ത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധ വചനം വിളിച്ചു പറയുന്ന മക്കളെ, ഞാൻ നിന്റെ മുമ്പായി നടക്കാം, പക്ഷേ നീ എൻ്റെതായി തീർന്നാൽ. ഇതിനകത്ത് ചില മക്കളോട് ആലോചന പറയുകയാണ്. മക്കളെ, ആരുമില്ലെന്ന് നിനക്ക് തോന്നും, പേടിക്കണ്ട. കർത്താവായ യേശു ക്രിസ്തു നിനക്കെല്ലാം എല്ലാമായിട്ടുണ്ട്. ഇന്ന് നീ കാണുന്ന കൂട്ടുകാരും പ്രിയപ്പെട്ടവരും നാളെ ഉണ്ടാകുമെന്ന് നിനക്ക് എന്താണ് ഉറപ്പ്? കൂടുണ്ടെന്ന് പറയുന്നോരെല്ലാം നാളെയുണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? ഞാൻ നിന്നെ ഒരു നാൾ കൈവിടില്ലെന്ന് അരുളിയൊരേശു നിത്യനാം ദൈവം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ലെന്ന് അരുളിയൊരേശു നിത്യനാം ദൈവം. ഇന്ന് കാണുന്നവരെ നാളെ കാണുമോ നമുക്ക് അറിയത്തില്ല. നാളെ ഒരവസരം നമുക്ക് ഉണ്ടാകുമോന്നും അറിയത്തില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ, ഞാൻ വചനം വായിക്കുന്നതിന് മുമ്പ് പറയട്ടെ, ജീവിതത്തിനകത്ത് വരുമ്പോൾ അത് കോപിച്ച് വഴക്കുണ്ടാക്കുന്നതിന് മുൻപേ മുറിക്കകത്ത് കയറുക, മുട്ടുമടക്കുക, കണ്ണടയ്ക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഈ ഇരുണ്ട് നിന്ന ആ മേഘം മാറും. സ്വതന്ത്രം ഭയങ്കരമാകുന്ന ആ പ്രശ്നം മങ്ങൽ വരും. അവിടെ ശാന്തമാകും, അവിടെ ഒരു സമാധാന അന്തരീക്ഷം വരും. സ്വതന്ത്രം വീണ്ടും പറയുന്നു, പൈതലേ, നീ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം വരുമ്പോൾ മുറിക്കകത്ത് കയറുക, വാതിലടയ്ക്കുക, മുട്ടുമടക്കുക, പ്രാർത്ഥിക്കുക. അപകടം ഒഴിവാക്കുക, ജയിൽ ഒഴിവാക്കുക, പ്രശ്നം നീങ്ങിപ്പോട്ടെ. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. യേശു നിനക്കെല്ലാമാണ്.
ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായം അത് വായിക്കുമ്പോൾ അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ച് 45-1. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. അടുത്ത് ഞാൻ നിനക്ക് മുൻപായി ചെന്ന് യേശു ഇതിലെ നിനക്ക് മുമ്പായി നടക്കുന്ന ഒരു യേശു ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മുമ്പായിട്ട് ആരുണ്ട്? യേശു ഉണ്ട്. എത്ര ഉറപ്പുണ്ട്, എത്ര സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോൾ. എനിക്കും നിങ്ങൾക്കും മുമ്പായി സൈന്യത്തിൻ്റെ അധിപതിയാകുന്ന യേശു മുമ്പിൽ നടക്കുന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായം 32-ാം വാക്യം വേദപുസ്തകം പറയുന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായം 32-ാം വാക്യം. സ്തോത്രം. നമുക്ക് മുൻപിൽ ഒരുവൻ നടക്കുന്നു ഉണ്ട്. നമുക്ക് മുൻപിൽ ഒരുവൻ നടക്കുന്നു ഉണ്ട്. യേശുവിൻ്റെ മകനെ, യേശുവിൻ്റെ മകളെ വ്യത്യസ്തമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിന്റെ ജീവിതത്തിൽ കാണുമ്പോൾ നീ പേടിക്കണ്ട, നീ പതറണ്ട. എനിക്കും നിനക്കും മുൻപേ ഒരുവൻ നടക്കുന്നു. ആ ദൈവം എല്ലാം നിയന്ത്രിക്കും. പറഞ്ഞേ, എനിക്കും നിങ്ങൾക്കും മുൻപേ ഒരുവൻ നടക്കുന്നുണ്ട്. അതാര്? സൈന്യത്തിൻ്റെ അധിപതി, എല്ലാം ചെയ്യാൻ അധികാരമുള്ള, പറഞ്ഞേ, എല്ലാം ചെയ്യാൻ അധികാരമുള്ള സർവശക്തനാകുന്ന എൻ്റെ ദൈവം എനിക്ക് മുമ്പേ നടക്കുന്നത് കൊണ്ട് ആമേൻ. എനിക്ക് മുൻപേ ഒരുവൻ നടക്കുന്നു. അത് സാധാരണക്കാരനല്ല, അത് അസാധാരണക്കാരൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നമുക്ക് മുമ്പ് നടക്കുന്ന ആള് ശക്തി പോയ ആളല്ല, ശക്തി പോകുന്ന ആളുമല്ല, തളരുന്ന ആളല്ല, ബലമില്ലാത്ത ആളല്ല, പിന്നെയോ മരിക്കുന്ന ആളുമല്ല, പിന്നെയോ ബലവാനായ ആൾ. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് മുൻപായി എന്ത് ചെയ്യുന്നു? നടക്കുന്നു. നമുക്ക് മുമ്പേ ആര് നടക്കുന്നു? ഈ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ, പുതിയ വർഷം, പുതിയ അധ്യയന വർഷം നിങ്ങൾക്ക് മുമ്പേ മക്കളെ യേശുണ്ട്. കുഞ്ഞുങ്ങളോട് പറയട്ടെ, മക്കളെ, നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ, വാഹനത്തിൽ, വീട്ടിൽ പോകുമ്പോൾ, ട്യൂഷൻ ക്ലാസ്സിൽ, എല്ലായിടത്തും യേശു നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളിലുണ്ട്. പതറിപ്പോകല്. നിങ്ങളെ കാണുന്നവർ, കുഞ്ഞുങ്ങളെ കാണുന്നവർ യേശുവിനെ നിങ്ങളിലൂടെ കാണട്ടെ. പാപമുള്ള ഒരു കുഞ്ഞിനെ അല്ല കാണേണ്ടത്, ക്രിസ്തു യേശുവിനെ കാണാൻ, ഒരു വെളിച്ചത്തെ കാണാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അതിന്റെ 26-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. വായിച്ചേ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകും. മുമ്പായി കണ്ടോ? നമുക്ക് മുമ്പായി. ഹല്ലേലൂയ. എവിടെ പറയുന്നു? ഗലീലയ്ക്ക് പോകും. എങ്ങനെ പോകും? മുമ്പായി പോകും. ഇന്ന് ഇതിനകത്ത് പൈതലെ, എനിക്ക് നിങ്ങൾക്ക് മുമ്പായി ഒരുവൻ പോകുന്നുണ്ട്. എന്തിന്? എങ്ങനെയുള്ളവൻ? താമ്രവാതിൽ ഉടയ്ക്കാൻ അധികാരമുള്ളവൻ, ഇരുമ്പോടാമ്പൽ ഹണ്ണിക്കാൻ അധികാരമുള്ളവൻ, ശത്രുവിൻ്റെ പദ്ധതികളെ പൊളിക്കാൻ അധികാരമുള്ളവൻ, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ തകർക്കാൻ അധികാരമുള്ളവൻ. ഈ കർത്താവ് നമുക്ക് മുൻപിൽ പോകുന്നത് കൊണ്ട് പേടിക്കല്ലേ, പേടിക്കല്ലേ. ധൈര്യത്തോടെ പറ, എനിക്ക് മുൻപേ ആരൊക്കെ പറയും? എനിക്ക് മുൻപേ ഒരുവനുണ്ട്, അതെൻ്റെ യേശു അത്രേ. പറഞ്ഞേ, ആരൊക്കെ പറയും? എനിക്ക് മുൻപേ ഒരു കർത്താവുണ്ട്, അതെൻ്റെ യേശു അത്രേ. ആ യേശു എൻ്റെ മുൻപിൽ ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും ജീസസ് 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 തളർന്നു പോകല്ലേ. പ്രശ്നം വരുമ്പോൾ തളർന്നു പോകല്ലേ. പ്രതികൂലം വരുമ്പോൾ തളർന്നു പോകല്ലേ. പ്രതിസന്ധി വളരുമ്പോൾ തളർന്നു പോകല്ലേ. പ്രതികൂലം വരുമ്പോൾ ദൈവജനം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്കകത്ത് അടിത്തറ കുലുങ്ങും. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? നിങ്ങളുടെ വീടിനകത്ത് പ്രശ്നമാണോ? നിങ്ങളുടെ വീട്ടിനകത്ത് പ്രതിസന്ധിയാണോ? ഞാൻ പറയാം, ഈ പ്രശ്നം പോകാൻ സ്വത്രം ഹല്ലേലൂയ. ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിനകത്ത് ഉയരുമ്പോൾ പ്രശ്നം പൊട്ടും, പ്രതിസന്ധി പൊട്ടും, സാത്താൻ ഇറങ്ങി ഓടും, ദുർഭൂതങ്ങൾ കത്തും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത്രയൊക്കെ മനസ്സിലായി? ആമേൻ. പ്രാർത്ഥന വീട്ടിനകത്ത് ഉയരുമ്പോൾ, പ്രാർത്ഥന വീട്ടിനകത്ത് ഉയരുമ്പോൾ, നിങ്ങളുടെ മുറിക്കകത്ത് പ്രാർത്ഥന ഉയരുമ്പോൾ, നിങ്ങളുടെ മുറിക്കകത്ത് പ്രാർത്ഥന നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. വ്യത്യസ്തമായ വിഷയത്തിനകത്തൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നു. പക്ഷേ പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിനകത്ത് ഉയരുകയാണെങ്കിൽ ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ, പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ബന്ധനങ്ങളെ ഉടയ്ക്കുന്നൊരു ദൈവമുണ്ട്. ശത്രുവിൻ്റെ കോട്ടകളെ ഉടയ്ക്കുന്നൊരു ദൈവമുണ്ട്. അടിത്തറകളെ കുലുക്കുന്നൊരു ദൈവമുണ്ട്. പൂജകളെ കത്തിക്കുന്നൊരു ദൈവമുണ്ട്. അന്ധകാര ശക്തികളെ ഉടയ്ക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്കെതിരെയുള്ള സകല കോട്ടകളും ഇന്ന് പകൽക്കാലം ആലയത്തിരിക്കുന്ന ഓരോ വ്യക്തികളും പ്രാർത്ഥനയുള്ളവരായി മാറട്ടെ. ഭവനം, ആരാധന ആലയങ്ങളായി മാറട്ടെ. നമ്മൾ പ്രാർത്ഥനയുള്ളവരായി മാറട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, പോരാടി പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ. ദൈവഭാഗത്ത് വീട് കിടക്കുന്നവരായി മാറട്ടെ. ഈ കൊച്ചുമക്കൾ പ്രാർത്ഥനയുള്ളവരായി മാറട്ടെ. അവർ ദൈവത്തോട് പറ്റി നടക്കട്ടെ. അവർ ദൈവത്തോട് പറ്റി നടക്കട്ടെ. നമ്മുടെ ആലയത്തിലെ കുഞ്ഞുങ്ങൾ ശമൂവേൽ ബാലനെ പോലെ ദൈവശബ്ദം കേൾക്കുന്ന തലമുറകളായി, അഭിഷേകമുള്ള തലമുറകളായി, പ്രാർത്ഥിക്കുന്ന തലമുറകളായി, വിശുദ്ധിയുള്ള തലമുറകളായി, മുതിർന്നവർ പ്രാർത്ഥനയുള്ളവരായി പുറത്തു വരട്ടെ.
ഭവനങ്ങളെല്ലാം പ്രാർത്ഥനയുള്ള ഭവനങ്ങളായി മാറട്ടെ. ഞാൻ പറയട്ടെ, പ്രാർത്ഥനയുള്ള ഭവനത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കും, വലിയ അതിശയങ്ങൾ നടക്കും. ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടും, ചങ്ങലകൾ അഴിയും, നിന്നെ ഒതുക്കുന്ന ചിലതെല്ലാം എന്ത് ചെയ്യും? ആ പ്രാർത്ഥനയ്ക്കകത്ത് പൊട്ടി മാറും. പ്രാർത്ഥന കുറയരുത്, ആത്മാവിലുള്ള പ്രാർത്ഥന വെളിപ്പെടട്ടെ, സത്യത്തിലുള്ള പ്രാർത്ഥന വെളിപ്പെടട്ടെ, ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന വെളിപ്പെടട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി ഭവനങ്ങൾക്കകത്ത്, വ്യക്തികൾക്കകത്ത്, റൂമുകൾക്കകത്ത് വെളിപ്പെട്ട് വരും. അത് വെളിപ്പെട്ട് വരും. പ്രാർത്ഥന ഒന്നും വെറുതെ പോകയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നും എന്ത് ചെയ്യത്തില്ല, വെറുതെ പോകത്തില്ല. ചില സന്ദർഭത്തിൽ മരുഭൂമി പോലത്തെ അനുഭവങ്ങൾ ഉണ്ടാകാം. പേടിക്കരുത്. ഈ മരുഭൂമി നിന്നെ തകർക്കാനല്ല. ഈ മരുഭൂമി ആർക്കുമില്ലാത്ത ഒരു മരുഭൂമിയിലൂടെയാണോ നീ പോകുന്നത്? ആർക്കുമില്ലാത്ത ഒരു പ്രശ്നത്തിലൂടെയാണോ പോകുന്നത്? ഈ മരുഭൂമിയിൽ ദൈവം നിനക്ക് അസാധാരണമായ ഒരു കൃപയെ കൈമാറും. ഈ മരുഭൂമിയിൽ എൻ്റെ ദൈവം കൃത്യമായിട്ട് സംസാരിക്കുക മാത്രമല്ല, അസാധാരണമായ ദൈവശക്തി ദൈവം നിന്റെ മേൽ കൈമാറും. ഈ മരുഭൂമി അവസാനമല്ല. ഈ മരുഭൂമി നിന്റെ അവസാനമല്ല. ഈ പ്രശ്നം നിന്റെ അവസാനമല്ല. ഈ മരുഭൂമിക്കകത്ത് എൻ്റെ ദൈവം ചിലത് കൈമാറും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം മോശ വന്നത് മരുഭൂമിയിൽ നിന്നാണ് അല്ലേ? ഹല്ലേലൂയ. മോശ വന്ന എവിടുന്നാ? മരുഭൂമിയിൽ നിന്നാണ് വന്നത്. പക്ഷെ മോശയുടെ മുമ്പിൽ എപ്പോഴും ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു. മോശയുടെ കൂടെ ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു. ആ സാന്നിധ്യത്തെ ചുമക്കുന്നവരായിരുന്നു മോശ. ആ സാന്നിധ്യത്തിൽ ജീവിച്ചവനായിരുന്നു മോശ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മോശ മരുഭൂമിയിൽ നിന്നാണ് വന്നത്. പക്ഷെ മോശയോട് കൂടെ ആരുണ്ടായിരുന്നു? ആ മോശയ്ക്ക് മരുഭൂമിയിലായിരുന്നു ജീവിതമെങ്കിൽ പിന്നത്തേതിൽ അവൻ്റെ ജീവിതത്തിനകത്ത് ഭയങ്കര ഒരു വ്യത്യാസം വന്നു. ആ മരുഭൂമിക്കകത്ത് ഇസ്രായേൽ ജനങ്ങളെ കോട്ടയ്ക്കകത്ത് ചെന്ന് പൊളിച്ച് പുറത്തുവിടാൻ തക്കതായ ഒരു അസാധാരണമായ ഒരു അഭിഷേകം മോശയുടെ മേൽ കൈമാറാൻ ചില മരുഭൂമി ദൈവം കൊണ്ടുവന്നെങ്കിൽ പേടിക്കരുത്. നിന്റെ ജീവിതത്തിനകത്ത് ചില മരുഭൂമിയിലൂടെ പോകുമ്പോൾ തൊട്ടപ്പുറത്ത് അസാധാരണമായ ചില ദൈവിക ശക്തി നിന്റെ മേൽ കൈമാറാൻ നിനക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. മോശയുടെ കണ്ണിന് മുമ്പിൽ മരുഭൂമി ഉണ്ടായിരുന്നു. ദബോറ മരുഭൂമിയിൽ നിന്ന് വന്നേ. പക്ഷെ അവളുടെ മുമ്പിൽ എന്തൊക്കെ നടന്നു നമുക്കറിയാം. ദബോറ എവിടെ നിന്ന് വന്നേ? മരുഭൂമി അവളുടെ അവസാനമായിരുന്നില്ല. നിന്റെ ജീവിതത്തിന് മരുഭൂമി ഒരു അവസാനമല്ല. മരുഭൂമി ചില അത്ഭുതങ്ങളെ കൊണ്ടുവരും. ലൂക്കോസ് 4 യേശുക്രിസ്തുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയില്ലേ? യേശുക്രിസ്തുവിനെ ലൂക്കോസ് 4 ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമി തളർന്ന് യേശു തിരിച്ചു വന്നെന്നാണോ കേട്ടത്? ഇല്ല. മരുഭൂമിയിൽ നിന്ന് 4:14 യേശുക്രിസ്തു തിരിച്ചു വന്ന എങ്ങനെയാ? ആത്മാവിന്റെ ശക്തിയോടെ. മരുഭൂമി നിന്നെ ശക്തീകരിക്കുന്ന ഇടമാണ്. മരുഭൂമി പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ ഉടച്ച് അതിനെ ജയം പ്രാപിക്കുന്ന ഒരു കൃപയും പ്രാപിച്ച് മടങ്ങി വരുന്നൊരു സ്ഥലമാണ് മരുഭൂമി. നിന്റെ ഈ മരുഭൂമി കണ്ട് നീ പേടിക്കരുത്. ഈ മരുഭൂമിക്കകത്തും കാത്തിരിക്കുന്ന മകളെ ആ ശക്തിയെ പകരാൻ യേശു ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഈ മരുഭൂമി നിന്റെ അവസാനമല്ല. ഈ മരുഭൂമി ജീസസ് ഹല്ലേലൂയ. മരുഭൂമി അത്ഭുതങ്ങളെ കൊണ്ടുവരും. മരുഭൂമി അതിശയങ്ങളെ കൊണ്ടുവരും. യേശു ക്രിസ്തു മരുഭൂമിയിൽ പോയിട്ട് 14 വാക്യം വായിക്കുമ്പോൾ യേശു ആമേൻ തളർന്ന് തിരിച്ചു പോയെന്നല്ല, പിന്നെ എങ്ങനെ പോയി? ശക്തിയോടെ തിരിച്ചു പോയി. എന്തിന്റെ ശക്തിയോടെ? ആത്മാവിന്റെ ശക്തിയോടെ യേശു ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരിച്ചുപോയി. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മോശ മരുഭൂമിയിലായിരുന്നപ്പോൾ മോശയെ ശക്തിയേറിയൊരു ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചു. നിങ്ങൾക്ക് എത്രക്ക് വെളിപ്പെടുത്തി എനിക്ക് അറിഞ്ഞുകൂടാ. ദെബോറ മരുഭൂമിയിലായിരുന്നു. അവൾ ദൈവശക്തി പ്രാപിച്ചു പുറത്തു വന്നു. ശ്രദ്ധിച്ചോ? യേശു മരുഭൂമിയിലായിരുന്നു. സ്വത്രം യേശു ക്രിസ്തു ഇത് ആത്മാവിന്റെ ശക്തിയോടെ ശുശ്രൂഷ ആരംഭിച്ചു. മോശ ചെയ്ത ശുശ്രൂഷയല്ല, ഏലിയാവ് ചെയ്ത ശുശ്രൂഷയല്ല, എലീശ ചെയ്ത ശുശ്രൂഷയല്ല, യോശുവ ചെയ്ത ശുശ്രൂഷയല്ല. യേശുവിലൂടെ വെളിപ്പെട്ടത് ആത്മാവിന്റെ ശുശ്രൂഷ. നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നത്തിൻ്റെ മരുഭൂമി, പ്രതിസന്ധിയുടെ മരുഭൂമി, പ്രതികൂലങ്ങളുടെ മരുഭൂമി കണ്ട് നീ പേടിക്കരുത്. ഇതൊന്നും നിന്നെ തകർക്കാനല്ല. നീ കാത്തിരിക്കുന്ന പൈതലാണെങ്കിൽ ഇതിനകത്ത് നീ ശക്തി പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും പേടിക്കരുത്. അല്ലെങ്കിൽ കാത്തിരിക്കുന്ന പൈതൽ ശക്തിയെ പ്രാപിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമുക്കറിയാം. സ്തോത്രം 2-ാം അധ്യായത്തിനകത്ത് ഒരു 50-ാം ദിവസത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. ആ കാത്തിരിപ്പിന്റെ 10-ാം ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ 50-ാമത്തെ ദിവസം ഈ പുതിയ നിയമത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് മാർക്കോസിന്റെ മാളിക മുറിയിൽ ഒരു 50-ാം ദിവസം യേശു ക്രിസ്തുവിൻ്റെ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അന്ന് മുതൽ
സ്തോത്രം ഉയർപ്പിൻ്റെ അന്ന് മുതൽ സ്തോത്രം അഭിഷേകത്തെ പകർന്ന ദിവസം വരെ നോക്കുമ്പോൾ 50-ാം ദിവസം. ദൈവത്തിന് സ്തോത്രം. 50-ാം ദിവസം പെന്തക്കോസ്തു നാൾ, 50-ാം ദിവസം. പഴയ നിയമത്തിലേക്ക് പോകുമ്പോഴും ഒരു 50-ാം ദിവസത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഇസ്രായേൽ മക്കളെ സ്തോത്രം ഫറവോന്റെ നുകത്തിനകത്ത് നിന്ന് കൊണ്ടുവരുവാൻ മോശ അയച്ച്, മോശ ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തി കൊണ്ടുവന്ന് 50-ാമത്തെ ദിവസം എങ്ങനെ ഇസ്രായേൽ മക്കളെ മോശ എന്ന ദൈവ മനുഷ്യൻ ചെങ്കടൽ കടത്തി കൊണ്ടുവന്ന് 50-ാമത്തെ ദിവസം ദൈവത്തിന് സ്തോത്രം ഒരു അത്ഭുതം നടന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പഴയ നിയമത്തിൽ മോശ എന്ന ദൈവഭക്തൻ 50-ാമത്തെ ദിവസം അവിടെ ഒരു ദൈവപ്രവൃത്തി വന്നതുപോലെ പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അന്ന് മുതൽ 50-ാമത്തെ ദിവസം മാർക്കോസിന്റെ മാളിക മുറിയിൽ എന്നേക്കും കൂടെ ഇരിക്കുന്ന ഒരാത്മാവിനെ പകരാൻ, എന്നേക്കും കൂടെ ഇരിക്കുന്ന ഒരാത്മാവിനെ പകരാൻ അവിടെ ഈ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് 120 പേരുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം നടന്നു. അങ്ങനെയെങ്കിൽ അതേ പരിശുദ്ധിയാത്മാവിനെ പകരാൻ യേശു ഇന്ന് നമ്മുടെ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ആ യേശു കർത്താവ് അഭിഷേകത്തെ പകരുവാൻ ഇന്നും മതിയായവനാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ 12-ാം അധ്യായം 18-ാം വചനം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്നു. അത് നമ്മൾ പഴയ നിയമം ധ്യാനിക്കുമ്പോഴും ഉണ്ട്. അത് പുതിയ നിയമത്തിൽ കുറച്ചും കൂടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. സ്തോത്രം. ചെങ്കടൽ കടന്ന് ഇക്കരെ വരുമ്പോൾ ഇതാ 50-ാമത്തെ ദിവസം. 50-ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം മോശെ സീനായ് മലയിലേക്ക് വിളിച്ചു. എന്തിനു വേണ്ടി എന്നറിയാമോ? ഈ പഴയ നിയമത്തിൽ ഈ 50-ാം ദിവസം മോശെ സീനായ് മലയിൽ വിളിച്ചതിന്റെ കാര്യം എന്തെന്നറിയാമോ? തിരുവചനം കൈമാറാൻ, ന്യായപ്രമാണം കൈമാറാൻ സ്വർഗത്തിലെ ദൈവം മോശെ അവിടെ അങ്ങോട്ട് വിളിച്ചു. എന്തിനു വേണ്ടി? ന്യായപ്രമാണം കൈമാറാൻ, കൽപ്പലക കൈമാറാൻ, കൽപ്പന കൈമാറാൻ, ദൈവജനത്തിനുള്ള കൽപ്പന കൈമാറാൻ, ദൈവജനത്തിനുള്ള സ്തോത്രം വചനം കൈമാറാൻ. ഇന്ന് ഇതിനകത്തും എൻ്റെ അപ്പൻ വന്നിട്ടുണ്ട്. ചിലത് കൈമാറാൻ ഈ തലമുറയിൽ ചിലത് തീ കത്തിക്കൊണ്ടിരിക്കും. പർവ്വതം എങ്ങനെ ഇരിക്കും? ഈ തീ കത്തുന്ന പർവ്വതത്തിലാണ് ആര് കയറി പോകുന്നത്? ദൈവത്തിന് മോശ കണ്ടോ? പർവ്വതം അങ്ങനെ ആൾക്കാർ നോക്കിക്കൊണ്ട് ഭയങ്കര ആളിക്കത്തുന്ന തീ. ഇതിനകത്താണ് ആര് കയറി പോകുന്നത്? നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഈ തീക്കകത്താണ് മോശ. അമേൻ. ചുമ്മായാണോ മോശയുടെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തി? ചുമ്മാതാണോ? പർവ്വതം എങ്ങനെ ഇരിക്കും? ദൈവം ഇറങ്ങിയ പർവ്വതം എങ്ങനെ ഇരിക്കും? ആളി കത്തിക്കൊണ്ടിരിക്കും. പർവ്വതം എങ്ങനെ ഇരിക്കും? ആളി കത്തിക്കൊണ്ടിരിക്കും. ആമേൻ. ദൈവം ഇറങ്ങിയ പർവ്വതം എങ്ങനെ ഇരിക്കും? ആളി കത്തിക്കും. ദൈവം നമ്മുടെ വീട്ടിനകത്ത് ഇറങ്ങിയാൽ, നമ്മുടെ അകത്തിറങ്ങിയാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ നമ്മുടെ അകത്ത് കർത്താവ് ഇറങ്ങിയാൽ സ്തോത്രം തണുത്ത് കുളിർന്നിരിക്കുന്നതാണോ? അല്ല, പിന്നെ അവർ കൃപയെ പുതുക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഈ മലയിലൊരു തീ കത്തിക്കൊണ്ടിരുന്നു. അതാണ് ദൈവം ഇറങ്ങിയ മല. ദൈവം ഇറങ്ങിയ മലയിൽ തീ കത്തിക്കൊണ്ടിരുന്നു. ദൈവം ഇറങ്ങിയ മലയിൽ തീ കത്തിക്കൊണ്ടിരുന്നു. ദൈവം പട്ടണത്തിൽ ഇറങ്ങിയാൽ അവിടെ കത്തേണ്ടത് കത്തും. ദൈവം നിന്റെ വീട്ടിനകത്ത് ഇറങ്ങിയാൽ കത്തേണ്ടത് കത്തും. ദൈവം നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങിയാൽ ആമേൻ, 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 ആമേൻ. ദൈവം എവിടെ ഇറങ്ങുന്നുവോ അവിടെ ചില അത്ഭുതങ്ങൾ നടക്കും. ദൈവം എവിടെ ഇറങ്ങുന്നുവോ ചില അതിശയങ്ങൾ നടക്കും. ദൈവം എവിടെ ഇറങ്ങുന്നുവോ ചില അടയാളങ്ങൾ നടക്കും. ദൈവം എവിടെ ഇറങ്ങുന്നുവോ ചില വീര്യ പ്രവൃത്തികൾ വെളിപ്പെടും. ദൈവം എവിടെ ഇറങ്ങുന്നുവോ ചില വൻ കാര്യങ്ങൾ വെളിപ്പെടും. ദൈവം എവിടെ ഇറങ്ങുന്നുവോ ദൈവം എവിടെ ഇറങ്ങുന്നുവോ ദൈവം എവിടെ ഇറങ്ങുന്നുവോ ദൈവം എവിടെ ഇറങ്ങുന്നു ദൈവം എവിടെ ഇറങ്ങുന്നുവോ അവിടെ ചില ദൈവപ്രവൃത്തികൾ ദൈവം എവിടെ ഇറങ്ങുന്നുവോ ജീസസ് 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 ആമേൻ ആമേൻ. നിന്റെ അകത്ത് ഇറങ്ങിയാൽ, കൊച്ചുമക്കളെ നിങ്ങളുടെ അകത്ത് യേശു ഇറങ്ങിയാൽ, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ, മുതിർന്നവരെ, യേശു നിങ്ങളുടെ അകത്ത് ഇറങ്ങിയാൽ, യേശു നമ്മുടെ അകത്ത് ഇറങ്ങിയാൽ, യേശു ഇറങ്ങുന്നിടം കത്തും. യേശു ഇടങ്ങുന്നിടം കത്തും കത്തും കത്തും. അവിടെ തീപ്പെട്ടി അടിക്കാൻ ആരും പോണ്ടെന്ന്. ഹല്ലേലൂയ. അവിടെ ലൈറ്റർ അടിച്ച് കത്തിക്കാൻ ആരും പോണ്ട. അവിടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ആരും പോകണ്ട. അവിടെ ജനം കത്തട്ടെ കത്തട്ടെ കയ്യടി പാട് പ്രാർത്ഥി എന്ന് പറയാൻ ആരും പോണ്ട. കർത്താവ് ഇറങ്ങുമോ അത് കത്തും 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 കത്തും. നിങ്ങൾക്ക് എത്രവർക്ക് മനസ്സിലായി? കർത്താവ് നമ്മുടെ അകത്ത് ഇറങ്ങുമോ? ഞാൻ പറയാം, ഒന്ന്, എൻ്റെ പാവം കത്തും, എൻ്റെ സ്വഭാവം കത്തും, എൻ്റെ ഇരുട്ട് കത്തും, ഞാൻ പുതിയ ആളായി മാറും. രണ്ട്, അഭിഷേകം ഇറങ്ങി ആത്മമണ്ഡലങ്ങൾക്കകത്ത് ഓരോ സെക്കൻഡും ആത്മാവിൽ സഞ്ചരിക്കാൻ യേശു ഇറങ്ങുമോ മാറ്റം. ആമേൻ 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 ആമേൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് ഇതിനകത്ത് ചില മക്കൾ
മക്കളുടെ നഷ്ടപ്പെട്ട ചിലത് സ്വർഗം മടക്കി തരാൻ പോകയാ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൻ ഇറങ്ങുന്ന സ്ഥലം, അപ്പൻ ഇറങ്ങുന്ന സ്ഥലം, അപ്പൻ ഇറങ്ങുന്ന സ്ഥലം അസാധാരണ സ്ഥലമാ. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിനകത്ത് പർവ്വതത്തിന്റെ പുറത്തിറങ്ങി അപ്പൻ അല്ലേ, സീനായി മലയിൽ ഇറങ്ങി, മുൾപടർപ്പിൽ ഇറങ്ങി, ഇറങ്ങിയില്ലേ? ഇറങ്ങി. യോശുവയുടെ മുമ്പിൽ ഇറങ്ങിയില്ലേ? അബ്രഹാമിന്റെ മുമ്പിൽ ഇറങ്ങിയില്ലേ? ഓ, മലയുടെ മുകളിൽ ഇറങ്ങിയല്ലേ? എന്നാൽ ഞാൻ പറയാ, ഹല്ലേലൂയ, പുതിയ നിയമത്തിനകത്ത് അതേ എൻ്റെ അപ്പൻ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, വെളിയിലല്ല, മലയുടെ പുറത്തല്ല, വീട്ടിന്റെ വെളിയിലല്ല, റോഡിലൂടെ സഞ്ചരിക്കല്ല. ആ യേശു എൻ്റെ ഹൃദയത്തിന്റെ കർത്താവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പാവം അവിടെ ഇരിക്കുമെന്നല്ല അർത്ഥം. കർത്താവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഭൂതം അവിടെ ഇരിക്കുമെന്നല്ല. കർത്താവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മത്തി അവിടെ ഇരിക്കുമെന്നല്ല. കർത്താവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പക അവിടെ ഇരിക്കുമെന്നല്ല. കർത്താവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പിണക്ക് അവിടെ ഇരിക്കുമെന്നല്ല. കർത്താവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീ കത്തിയിരിക്കും. തീ കത്തിയാൽ കത്തേണ്ടത് കത്തി ഉടയും. ഓ ജീസസ്, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ, യഹോവയാകുന്ന ദൈവം ആ പർവ്വതത്തിൽ അങ്ങോട്ട് ഇറങ്ങി, പർവ്വതത്തിൽ അങ്ങോട്ട് ഇറങ്ങി. ഓ, എത്ര പേർക്ക് മനസ്സിലായി? പർവ്വതത്തിൽ ഇറങ്ങി. ഇറങ്ങിയപ്പോൾ പർവ്വതത്തിൽ എന്ത് ചെയ്ത് കത്തി? ഓ, സ്ഥൂലമായതും തീ കത്തുന്നതുമായ, അടുത്ത വരി, പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്. എങ്ങനെ മേഘതമസ്? അടുത്ത് കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റ്, കാഹളനാദം. ഓ, എന്തൊക്കെ വന്നു നോക്കിയേ, എന്തൊക്കെ വന്നു നോക്കിയേ. കാഹളനാദം, വാക്കുകളുടെ ശബ്ദം. എങ്ങനെ? വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ വന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഇതായിരുന്നു. പഴയ നിയമത്തിനകത്ത് മോശ കയറുമ്പോൾ ഇതായിരുന്നു. ജനമെല്ലാം പേടിക്കുമായിരുന്നു. ഹല്ലേലൂയ. അന്ന് മോശ കയറുമ്പോൾ താഴെ നിൽക്കുന്ന ജനം ഈ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ശബ്ദം കേൾക്കുന്നു. അവർ ഈ കാറ്റടിക്കും അവർക്ക്. അവർ തീ കാണും, ഈ തീ കാണും. ജനം താഴെ നോട്ട് തീ കാണും. അയ്യോ, മോശ ഈ തീക്കകത്ത് എവിടെ പോകും? കയറി സീനായി മലയുടെ മുകളിൽ അങ്ങോട്ട് പോകും. ഓ, ഈ തീക്കകത്താണ് ആരിറങ്ങി നിൽക്കുന്നത്? എൻ്റെ ദൈവം. ഈ തീക്കകത്താണ് ആര് കയറി പോകും? ആരെ വിളിക്കുന്നത്? മോശ വിളിക്കുന്നത്. ഈ തീക്കകത്താണ് ആര് 40 രാവും പകൽ ഇരുന്നത്? ഓ, ഈ തീക്കകത്താണ്. മക്കളെ ശ്രദ്ധിച്ചേ, ഈ തീക്കകത്താണ് മോശ 40 രാവും പകലും ഓ കർത്താവിൻ്റെ അടുത്ത് ഇരുന്നത്. എവിടെ? ഈ തീക്കകത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. താഴത്തെ ജനം പേടിച്ചിരിക്കുമ്പോൾ ആമേൻ വിളിച്ചവൻ, വിളി കേട്ടവൻ, ആമേൻ മോശ എന്ന ഭക്തൻ ഈ തീക്കകത്ത് എത്ര ദിവസം? 40 ദിവസം. പഴയ നിയമത്തിനകത്ത് 40 ദിവസം, 40 രാവും പകലും സ്വത്രം ദൈവത്തിന്റെ അടുക്കൽ ആരിറങ്ങി നിൽക്കുക? മോശ എന്ന ഭക്തൻ 40 ദിവസം. അടുത്ത വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. അടുത്ത വരി, ആ ശബ്ദം കേട്ടവർ. അന്ന് ആ ശബ്ദം കേട്ട ജനം മുഴുവൻ പറഞ്ഞു, ഇനി ഒരു വചനവും പറയല്ലേ, ഞങ്ങൾ മരിച്ചു പോകുമേ, ഇനി ഞങ്ങൾക്ക് കേൾക്കണ്ട, ഇനി ഒരു വചനവും വേണ്ട. അതിന്റെ 12-19 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു 12-ാം അധ്യായം 19-ാം വാക്യം. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 19-ാം വാക്യം വായിച്ചേ. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത്. ഇനി ഒരു വചനവും വേണ്ട. കണ്ടോ? കാരണം അത്രയ്ക്കായിരുന്നു ആ സീനായി മലയിൽ യഹോവയാകുന്ന ദൈവം ഇറങ്ങുമ്പോൾ ആമേൻ അവിടെ നിൽക്കുന്ന ജനം ഭയപ്പെട്ടിരുന്നു. ആ കൊടുങ്കാറ്റ് കണ്ട്, ഹല്ലേലൂയ, ആ അന്ധതമസ് കണ്ട്, ആ കൂരിരുട്ട് കണ്ട്, ആ തീ കണ്ട്, ആ പർവ്വതത്തിന്റെ ആ വർണ്ണന കണ്ട് ജനം പേടിക്കുമായിരുന്നു, ജനം ഭയപ്പെടുമായിരുന്നു. ജനം പറയും, അയ്യോ ഇനി ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾക്ക് കേൾക്കണ്ട. ഒന്നുകൂടെ വായിച്ചേ, 19-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും പറയരുതേ. 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശ എന്ന ഭക്തന്റെ കയ്യിൽ ഓ സ്തോത്രം വചനം കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം സീനായി മലയുടെ മുകളിൽ ഇറങ്ങി. ഓ, എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ യേശു ഇതാ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളി എവിടെയെന്ന് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഓ ഇരുട്ടിന്റെ സകല പോരുകളെയും പോരാട്ടങ്ങളെ ഉടച്ചുകൊണ്ട് റോമക്കാരുടെ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് യേശു പുറത്തു വന്നു. ഹോശയുടെ പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോഴും 1 കൊരിന്ത്യർ 15-55 വായിക്കുമ്പോഴും അതിനകത്ത് എഴുതിയിരിക്കുന്നു, യേശു ഉയർത്തു. യേശു ഉയർത്തതിന്റെ 50-ാമത്തെ ദിവസം ഇതാ മാളിക മുറിക്കകത്ത് ആമേൻ ഒരു പകർച്ച. നിങ്ങൾക്ക് മനസ്സിലായി? ആമേൻ. ഇസ്രായേൽ മക്കളെ ആ ചെങ്കടൽ കടത്തി ഇപ്പുറത്ത് കൊണ്ടുവന്ന 50-ാമത്തെ ദിവസം, 50-ാമത്തെ ദിവസം, 50-ാമത്തെ ദിവസം
ഇതാ സ്വത്ര മോശ അവിടെ നിന്ന് വന്ന 50-ാമത്തെ ദിവസം സീനായി മലയുടെ മുകളിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൽപ്പന വാങ്ങുവാൻ കയറി ചെന്നെങ്കിൽ ഇതാ പുതിയ നിയമത്തിനകത്ത് സ്വത്രം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഹേ മരണമേ നിന്റെ ജയം ഇവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള ഇവിടെ, മരണത്തെ പാതാളത്തെ തോൽപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഉയർത്തതിൻ്റെ 50-ാമത്തെ ദിവസം ഹല്ലേലൂയ ഇവിടെ ഒരു ആത്മാ പകർച്ച കൊടുത്തു. അതെവിടെ? മർക്കോസിന്റെ മാളിക മുറിയിൽ. ഓ സ്തോത്രം, 4000 വർഷങ്ങൾക്ക് മുൻപ് സീനായി മലയുടെ മുകളിൽ വചനം കൊടുക്കാൻ മോശയുടെ അടുക്കൽ ഇറങ്ങിയ എൻ്റെ ദൈവം, മോശയെ വിളിച്ച് കയറ്റി എൻ്റെ ദൈവം അന്ന് കൽപ്പലക കൈമാറാൻ ഇറങ്ങിയെങ്കിൽ സ്തോത്രം, അന്ന് മോശയുടെ അടുക്കൽ എൻ്റെ ദൈവം കൽപ്പലക കൊടുത്തയക്കാൻ വചനം പ്രമാണിക്കാനാണ് ഇറങ്ങിയത്. എന്നാൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശയുടെ മുമ്പിൽ കൽപ്പലക കൈമാറാൻ ഇറങ്ങിയ ദൈവം 2000 വർഷങ്ങൾക്ക് മുൻപ് മർക്കോസിന്റെ മാളിക മുറിയിൽ എന്നേക്കും ഇരിക്കാൻ തക്കതായ ഒരു ആത്മാവിന്റെ പകർച്ച കൈമാറാൻ ശുഡസ്തവന ഹസ്കോറിയ ലഗന്ധന. എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പകർച്ച തീർന്നിട്ടില്ല, ആ പകർച്ച നിന്നിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നു 120 പേർ. ഓ സ്തോത്രം, ദൈവത്തിന്റെ കണക്കുകൂട്ടൽ വേറെ, മനുഷ്യന്റെ കണക്കുകൂട്ടൽ വേറെയാണ്. അവിടെ ഒരു 120 പേർ മാത്രമേ അവിടെ കാത്തിരുന്നുള്ളൂ. എത്ര പേരെ കാത്തിരുന്നുള്ളൂ? 120 പേർ മാത്രമേ അവിടെ കാത്തിരുന്നുള്ളൂ. എവിടെ 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 കാത്തിരുന്നുള്ളൂ? ഹല്ലേലൂയ. മർക്കോസിന്റെ മാളിക മുറിയിൽ. ആമേൻ. ചിലത് പ്രാപിക്കാൻ 120 പേർ മാത്രമേ കാത്തിരുന്നുള്ളൂ. പുതിയ നിയമത്തിനകത്ത് 120 പേർ കാത്തിരുന്നെങ്കിൽ പഴയ നിയമത്തിനകത്ത് വേദപുസ്തകം പറയുന്നു ദൈവത്തിൽ നിന്നുള്ള സ്വത്രം, ദൈവത്തിന്റെ കണക്കൂട്ടൽ നമ്മൾ വിചാരിക്കുന്നവരല്ല. അവിടെ ഒരു 120 ഒരു കണക്കുണ്ട്. പഴയ നിയമത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇതാ യഹോവയാകുന്ന ദൈവം ദാവീദിനൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഓ എനിക്കൊരു ആലയം പണിയണം. സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, ദാവീദേ, ഓ നീ സ്വത്രം, നിന്നിലൂടെ ഒരു ആലയം പണിയാൻ പറ്റത്തില്ല. കാരണം നിന്റെ കയ്യിൽ രക്തക്കറയുണ്ട്. നിന്നിലൂടെ ഒരു ആലയം പണിയാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ മകനായ ശലോമോനിലൂടെ ഒരു ആലയം പണിയപ്പെടും. ശ്രദ്ധിക്കുന്നുണ്ടോ? നിന്റെ മോനായ ശലോമോനിലൂടെ ഒരു ആലയം പണിയപ്പെടും. സ്വത്രം. അങ്ങനെ ശലോമോൻ ദാവീദിന്റെ മകനാകുന്ന ശലോമോൻ യഹോവയുടെ ഹിതപ്രകാരം, യഹോവയുടെ പദ്ധതി പ്രകാരം, യഹോവയുടെ പ്ലാനിൻ പ്രകാരം, യഹോവയുടെ ഇഷ്ടപ്രകാരം യഹോവ പറഞ്ഞു കൊടുത്തതുപോലെ, മനുഷ്യന്റെ പ്ലാനിലല്ല, ലോകത്തിന്റെ പ്ലാനിലല്ല, ലോകത്തിന്റെ ഇഷ്ടത്തിനല്ല, ദൈവം കൊടുത്ത പ്ലാനിൻ പ്രകാരം ഇതാ അവിടെ ഒരു ആലയം പണിതു. 2 ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ 5-ാം അധ്യായം 12 വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകത്തിൽ പറയുന്നു അവിടെ ഇതാ മർക്കോസിന്റെ മാളിക മുറിയിൽ സ്വത്രം 120 പേർ കൂടിയിരുന്നു. എന്നാൽ പഴയ നിയമത്തിനകത്തും 120 ഒരു അർത്ഥമുണ്ട്. സ്വത്രം. ശലോമോൻ ആലയം പണിതു. അത് മനുഷ്യന്റെ ഇഷ്ടത്തിനല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്ത് പണിയുന്ന ആലയത്തിനകത്ത് ദൈവം ഇറങ്ങും, ദൈവ മഹത്വം ഇറങ്ങും. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്ന പൈതലിന്റെ അകത്ത് മഹത്വമുണ്ട്. ദൈവ ഇഷ്ടപ്രകാരം ശുശ്രൂഷിക്കുന്ന ആലയത്തിനകത്ത് ആ മഹത്വമുണ്ട്. ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന മകനെ, മകളെ, നിന്റെ വീട്ടിനകത്ത് മഹത്വമാകുന്ന യേശുണ്ട്. നിന്റെ ഹൃദയത്തിനകത്ത് ആ മഹത്വമുണ്ട്. എത്രവർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഈ ആലയത്തിനകത്ത് ദൈവം കൊടുത്ത പ്രകാരം ദൈവം എത്ര നീളം പറഞ്ഞോ, എത്ര വീതി പറഞ്ഞോ, എത്ര ചുറ്റളവ് പറഞ്ഞോ, അതിൽ അല്പം പോലും മാറ്റാതെ ശലോമോൻ ആലയം പണിതു. ആലയം പണിതിട്ട് എന്ത് ചെയ്തതറിയാമോ? ഹല്ലേലൂയ. 2000 കാളകളെയും 1,20,000 ആടുകളെയും യാഗം അർപ്പിച്ച് ശലോമോൻ മുട്ടുമടക്കി. എങ്ങനെ 2000 സ്വത്രം, 2000 കാളകളെയും 1,20,000 ആടുകളെയും യാഗം കഴിച്ചിട്ട് ആര് മുട്ടുമടക്കി? ഓ സ്തോത്രം. ശലോമോൻ ആലയം പണിത ശേഷം മുട്ടുമടക്കി ആലയത്തിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മുട്ടുമടക്കി സ്വർഗത്തിലേക്ക് നോക്കി കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലയത്തിനകത്ത് സ്വർഗത്തിലെ മഹത്വം ഇറങ്ങി. അവിടെ ഇതാ കാഹള ഊതുവാൻ ഒരു 120 പേരെ ദൈവമാക്കി. എങ്ങനെ
മർക്കോസിന്റെ മാളികവരിൽ കാത്തിരുന്ന എത്ര പേർ? 120. ഇവിടെ വായിച്ചേ ദിനവൃത്താന്തം 5:12 വായിച്ചേ. ആസാഫ്, ഹേമാൻ, യെദൂഥൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവ്യരെല്ലാവരും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗപീഠത്തിന് കിഴക്ക് കാഹളം ഊതിക്കൊണ്ടിരുന്നു. 120 പുരോഹിതന്മാരോട് കൂടെ 120 പുരോഹിതന്മാർ. 120 ആലയത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി കണ്ടോ? 120 പുരോഹിതന്മാർ. അവിടെ ഇതാ 120 പേർ യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ ഏക മനസ്സോടെ പരിശുദ്ധി ആത്മാവിന് വേണ്ടി മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരിക്കുമ്പോൾ ഇവിടെ ഇതാ പഴയ നിയമത്തിനകത്ത് ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഹിതപ്രകാരം പണിത ആലയത്തിനകത്ത് അവിടെ 120 പുരോഹിതന്മാർ ആലയത്തിനകത്ത് കാഹളം ഊതിക്കൊണ്ട് വായിച്ചേ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. കാഹളം ഊതിക്കൊണ്ടിരുന്ന. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിനകത്ത് ഒരു ആരാധനാലയമായി മാറട്ടെ. നമ്മുടെ സഭ ആരാധനാലയമായി മാറട്ടെ. ഞാൻ പറയാം, വീട്ടിനകത്ത് ആരാധന സ്തോത്രം ഉയരുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾ കത്തും. ശത്രുവിന്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണമേ, കൊച്ചുമക്കളെ ശ്രദ്ധിക്കണമേ. നിങ്ങൾ പോകുമ്പോൾ വരുമ്പോൾ നിങ്ങൾ സ്തോത്രം പറഞ്ഞ ഞാൻ പറയാ, നിങ്ങൾ ഒരു ശത്രുവിനും തൊടാൻ പറ്റത്തില്ല. യേശുവിനെ ആശ്രയിച്ച് നിങ്ങൾ സ്കൂളിൽ ഇരുന്നാൽ, നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഒരു ദുഷ്ടനും തൊടാൻ പറ്റത്തില്ല. പാപം നിങ്ങളെ വിട്ട് ഓടും. സഹോദര സഹോദരി, വീട്ടിനകത്ത് ആരാധന വെളിപ്പെടുമ്പോൾ, സ്തോത്രം വെളിപ്പെടുമ്പോൾ, സ്തുതി വെളിപ്പെടുമ്പോൾ, പോകുന്ന യാത്രയിൽ സ്തുതിയും സ്തോത്രം ആരാധന വെളിപ്പെടുമ്പോൾ വീട്ടിനകത്ത് സ്വർഗം ഇറങ്ങും, മഹത്വം ഇറങ്ങും, മഹത്വം ഇറങ്ങും, മഹത്വം ഇറങ്ങും. ആലയം പുക കൊണ്ട് നിറഞ്ഞു, തേജസ് കൊണ്ട് മൂടി. നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഇതാ എന്താ സംഭവിച്ച വായിച്ചേ. 2 ദിനവൃത്താന്തം ഇപ്പൊ വായിച്ച വാക്യം വായിച്ചേ. കാഹളം ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോട് കൂടെ നിന്ന് കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും എങ്ങനെ കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ. എങ്ങനെയാ വഴിയേ? ദൈവം പറഞ്ഞതുപോലെ ഇതാ ശലോമോൻ ആലയം പണിതു, സ്തോത്ര ആലയം പണിതു. എന്നാൽ യാഗമർപ്പിക്ക. ആ യാഗമർപ്പിച്ച ശേഷം ആലയത്തിനകത്ത് മുട്ടുമടക്കി പുരോഹിതന്മാർ കാഹളമൂതി. അവിടെ ഇതാ കൈത്താളങ്ങൾ, അവിടെ ഇതാ പാട്ട്. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ നമ്മുടെ വീടുകൾക്കകത്ത്, നമ്മുടെ റൂമിനകത്ത്, നമ്മുടെ യാത്രക്കകത്ത്, നമ്മൾ പോകുമ്പോൾ വരുമ്പോൾ ഈ സ്തോത്രം പറഞ്ഞ ഈ ആരാധന ആരാധിച്ച എൻ്റെ അപ്പനെ മഹത്വപ്പെടുത്തിയ ഈ മഹത്വത്തിന്റെ നടുവില്, ഈ പ്രാർത്ഥനയുടെ നടുവില്, ഈ ആരാധന നടുവില് ആരാധനയ്ക്ക് യോഗ്യരാകുന്ന കർത്താവ് ഇറങ്ങി വന്നിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇറങ്ങി വന്നിരിക്കും. മകനെ മകളെ, നിന്നെ അറിയുന്ന ദൈവമുണ്ട്. നീ വ്യത്യസ്തമായ വേദനയോടും ഭാരത്തോടെ ഇരിക്കുമെന്നത്, പക്ഷെ നിന്റെ വീട്ടിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് നല്ലവനെന്ന് തിരിച്ചറിഞ്ഞ് അപ്പൻ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ വീട്ടിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എന്താ സംഭവിച്ചു? അടുത്ത വാക്യം വായിച്ചേ. പള്ളിക്കകത്ത് എങ്ങനെ സംഭവിച്ചു? വായിച്ചേ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഏക സ്വരമായി കേൾക്കുമാറ്. എങ്ങനെ ഒറ്റ സ്വരം, ഒറ്റ ചിന്ത, ഒരേ ഭാവത്തിൽ, ഒരേ ചിന്തയിൽ, ഒരേ ഹൃദയത്തിൽ, ഒരേ വിചാരത്തിൽ, ഒരു മനസ്സോടെ അങ്ങോട്ട് ആരാധിച്ചു. ഇതുപോലെയാണ് മർക്കോസിന്റെ മാളിക മുറിക്കകത്തും അവരും ഏകഭാവത്തോടെ ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ക്രിസ്തു യേശുവിന്റെ ആത്മാവിനായി മാളിക മുറിക്കകത്ത് കാത്തിരുന്നപ്പോൾ ആ ഏക മനസ്സോടെ ഇരുന്നവരുടെ നടുവിൽ സ്വർഗം ചലിച്ചു. ആമേൻ, 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 ആമേൻ. അവിടെ 120 ആൾക്കാരിരുന്നെങ്കിൽ ഇവിടെ 120 പുരോഹിതന്മാർ കാഹള ഊതുകയാണ്. ഇവിടെ ഒരു ദൈവഹിത പ്രകാരമുള്ള ആരാധന വെളിപ്പെട്ടപ്പോൾ, ഒരു മനസ്സോടുള്ള ആരാധന വെളിപ്പെട്ടപ്പോൾ ആരാധനയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി. അടുത്തവർ വായിച്ച ടക്കനെ വായിച്ചു പോയ യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. എങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ വീട്ടിനകത്ത് യഹോവയെ വാഴ്ത്തി സ്തുതിക്കാറുണ്ടോ? നമ്മുടെ റൂമിനകത്ത് യഹോവയെ വാഴ്ത്തി സ്തുതിക്കാറുണ്ടോ? എത്ര പേർ സ്തുതിക്കാറുണ്ടോ? ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്തുതിക്കുന്നില്ലെങ്കിൽ, പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, വീട്ടിനകത്ത് മുറിക്കകത്ത് നമ്മൾ ഒറ്റയ്ക്ക് എൻ്റെ ദൈവത്തോട് ബന്ധമില്ലെങ്കിൽ, ഞാൻ പറയാം, മോഷ്ടിക്കാൻ, അറുക്കാനും മുടിക്കാനും കള്ളം വരും. പ്രാർത്ഥിക്കുന്ന പിള്ളേ മക്കളെ നിങ്ങളെ തൊടുകയില്ല. കുഞ്ഞുങ്ങളെ, മുതിർന്നവരെ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിന്നെ തൊടുകയില്ല. ഞങ്ങളുടെ ആലയത്തിനകത്തൊരു പ്രാർത്ഥന ഉയരട്ടെ. ദൈവ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥന, ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് സ്തോത്രം. മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മുൻപേ ഒരുവൻ നടക്കും. അതത്രേ യേശു ക്രിസ്തു. നിങ്ങൾക്ക് മുമ്പേ ഒരുവൻ നടക്കും. പ്രാർത്ഥിക്കുന്ന മകനാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനെതിരെ ശത്രു
പല പദ്ധതി ഒരുക്കും. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അത് നടക്കാൻ പോകുന്നില്ല. ഓ ഓ അതെ 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 അതെ. അവന്റെ പദ്ധതി, അവന്റെ പരിപാടി, അവന്റെ ആശ, അവന്റെ ഇഷ്ടം അത് നടക്കാൻ പോകുന്നില്ല. ഓ ഓ അതെ 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 അതെ. അവന്റെ പദ്ധതി, അവന്റെ ആശ, അവന്റെ ഇഷ്ടം അത് നടക്കാൻ പോകുന്നില്ല. ഓ കൃപ 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 കൃപ. ഓ കൃപ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആലയത്തിനകത്ത് ദൈവഹിതപ്രകാരം ആലയത്തെ നിർമ്മിച്ചു അല്ലേ? നമ്മൾ ദൈവഹിതപ്രകാരം നമ്മുടെ ഹൃദയത്തെ യേശുവിന്റെ രക്തത്താൽ കഴുകി യേശുപ്പച്ചന്റെ സന്നിധി പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അപ്പച്ചന്റെ മകനായി മകളായി മുട്ടുമടക്കി പ്രാർത്ഥിച്ചു നോക്ക്. അതിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങും. ആമേൻ. ശത്രുവിന്റെ പദ്ധതികളെല്ലാം പൊട്ടും. ഇരുട്ടിന്റെ വ്യാപാരം ഉടയും. ഇന്ന് ഈ ആലയത്തിനകത്ത് സകല മക്കളുടെ ഭവനങ്ങളും ആരാധന ആലയങ്ങളായി മാറട്ടെ. സമയം പോകുന്നത് അറിയാതെ പ്രാർത്ഥിക്കാൻ, സമയം പോകുന്നത് അറിയാതെ പ്രാർത്ഥിക്കാൻ, സമയം പോകുന്നത് അറിയാതെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധമായ ശക്തി ഓരോരുത്തരും വേണ്ടി ഇറങ്ങട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിനകത്ത് പ്രാർത്ഥനയുള്ള വീടാണെങ്കിൽ പൂജകളും മന്ത്രങ്ങളൊന്നും അടുക്കത്തില്ല. പൂജകൾ മന്ത്രങ്ങളൊന്നും അടുക്കത്തില്ല. ഓ അനേകർ ചോദിക്കാറുണ്ട്, ഞാനിനി എങ്ങോട്ടോടണം ഇതൊക്കെ മാറാൻ, ഞാനിനി എങ്ങോട്ടോടണം ഇതൊക്കെ മാറാൻ. ഞാൻ പറയാം, നിങ്ങൾ എങ്ങോട്ട് ഓടിയാലും ഓടുന്ന സമയം മാത്രം ചിലപ്പോൾ വിടുതൽ കിട്ടും. പക്ഷെ നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു തീ ആളി കത്തിക്കൊണ്ടിരുന്നാൽ, ഓ ആമേൻ ആമേൻ ആമേൻ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു തീ ആളി കത്തിക്കൊണ്ടിരുന്നാൽ ഞാൻ പറയാം, എങ്ങോട്ട് ഓടണ്ട. ഇറങ്ങേണ്ടവൻ ഇറങ്ങി തകർക്കേണ്ടതെല്ലാം തകർക്കും, ഉടയ്ക്കേണ്ടത് ഉടയ്ക്കും, പൊട്ടിക്കേണ്ടത് പൊട്ടിക്കും, അഴിക്കേണ്ടത് അഴിക്കും. പ്രാർത്ഥന ഉള്ളവന്റെ വീട്ടിനകത്ത് ശത്രുവിന് കടക്കാൻ പറ്റത്തില്ല, ഇരുട്ടിന് കടക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുള്ളവരായി മാറട്ടെ, മുതിർന്നവർ പ്രാർത്ഥനയുള്ളവരായി മാറട്ടെ. ഓ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മകനെ മകളെ, നീ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും ഓടേണ്ടി വരികയില്ല. ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങുന്ന പൈതലേ, പിശാചിന്റെ മുമ്പിൽ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. അവന്റെ മുൻപിൽ നിന്റെ തല ഉയർന്നിരിക്കും. ഓ ഓ ഓ ആമേൻ ആമേൻ. എത്രയൊക്കെ മനസ്സിലായി? ദൈവത്തിന്റെ മുമ്പിൽ തല വണങ്ങുന്ന ഒരു പൈതലുണ്ടെങ്കിൽ പിശാചിന്റെ മുൻപിൽ തല ഉയർത്തി നിൽക്കും. ഓ ആമേൻ. എത്രയൊക്കെ ആഗ്രഹമുണ്ട് ഏറ്റെടുക്കാൻ. ഓ ഓ ഓ കർത്താവിന്റെ ആത്മാവ് വിളിച്ചു പറയാം, മോളെ, നീ അപ്പന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന തല വണങ്ങുന്ന ഒരു പൈതലാണെങ്കിൽ, കീഴടങ്ങുന്ന ഒരു പൈതലാണെങ്കിൽ, താണു കിടക്കുന്ന ഒരു പൈതലാണെങ്കിൽ, ശത്രുവിന്റെ മുൻപിൽ നീ തല ഉയർത്തിരിക്കും. ഇവിടെ ഇത് ആരാധന വെളിപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കി. ആരാധന വെളിപ്പെട്ടുല്ലേ? എങ്ങനെയുള്ള ആരാധന? പാവങ്ങൾ ഏറ്റുപറഞ്ഞുള്ള ആരാധന. എങ്ങനെയുള്ള ആരാധന? കുറവുകൾ ഉണർന്നുള്ള ആരാധന. എങ്ങനെയുള്ള ആരാധന? ദൈവഹിതപ്രകാരം പറഞ്ഞൊത്തവണ്ണം പണിത ആലയത്തിനകത്ത് സ്തോത്രം യാഗം അർപ്പിച്ച ശേഷം ശലോമോൻ 2 കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പുരോഹിതന്മാരും സ്തോത്രം വാദ്യമേളങ്ങളും കൈത്താളങ്ങളോടും പാട്ടുകളോടും ഏക മനസ്സോടെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ മക്കളും ശ്രദ്ധിച്ചു കേട്ടെ. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? വായിച്ചേ. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. എന്ത് വന്നിറങ്ങി? യഹോവയുടെ ആലയത്തിനകത്ത് സാധാരണക്കാരായ ആൾക്കാർ കർത്താവിന്റെ ഹിതപ്രകാരം ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തിറങ്ങി? ഒരു മേഘം വന്നങ്ങ് പള്ളിക്കകത്ത് ഇറങ്ങി. ഓ ജീസസ്. ഈ മേഘം പഴയ നിയമത്തിനകത്താണെങ്കിൽ കർത്താവാകുന്ന യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ എൻ്റെ നിന്റെ വീട്ടിനകത്ത് ഇറങ്ങി നിന്നാൽ ഒരു എത്ര പേർക്ക് വേണം യേശുവിനെ? എത്ര പേർക്ക് വേണം? എത്ര പേർക്ക് വേണം? ഹല്ലേലൂയ. മേഘം ഇറങ്ങി, സാന്നിധ്യം ഇറങ്ങി, കൃപ ഇറങ്ങി, ദൈവം ഇറങ്ങി. എൻ്റെ അപ്പനുണ്ടോ? അത്ഭുതം നടക്കും. ഗ്ലോറി. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചേ. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട്. കണ്ടോ? മേഘം ഇറങ്ങി. അടുത്ത് എന്തിറങ്ങി? യഹോവയുടെ തേജസ്. എത്ര പേർക്ക് വേണം? യഹോവയുടെ തേജസ് ഇറങ്ങി. അടുത്ത വരി. പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. എന്നതിന് അർത്ഥം എന്താ? അവരങ്ങ് ആത്മാവിൽ മുങ്ങി.
അവരെങ്ങനെയായി? വീട്ടിനകത്ത്, നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ മുറിക്കകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മുടെ ജോലി സ്ഥലത്ത്, എല്ലായിടത്തും ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, ആത്മാവിനാൽ മുങ്ങിയ ഒരനുഭവം ഉണ്ടാകട്ടെ. കോട്ടകൾ ഉടയും, ബന്ധനങ്ങൾ കത്തും, മുഖങ്ങൾ ഉടയും. പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. ഈ യേശു നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ അകത്ത് യേശു വന്നാൽ മാറ്റം വരും പൈതലേ. 50-ാമത്തെ ദിവസം പഴയ നിയമത്തിനകത്ത് ഇതാ സീനായി മലയുടെ മുകളിൽ മോശയ്ക്ക് ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ ദൈവം കൈമാറിയെങ്കിൽ, പുതിയ നിയമത്തിനകത്ത് ഇതാ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് ഇതാ ഒരു ആത്മാവിന്റെ പകർച്ച എൻ്റെ ദൈവം കൈമാറി. ആ പകർച്ച അന്യ ഭാഷയിൽ അവർ നിറഞ്ഞു. അവർ അന്യ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അവരുടെ മേൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരിൽ ഓരോരുത്തരുടെ മേൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്നും അത് മാറിയില്ല, ഇന്നും അത് മാറിയില്ല, ഇന്നും അത് മാറിപ്പോയില്ല. ഞാൻ പറയാ, നിന്റെ വീട്ടിനകത്ത് സ്തോത്രം MLA വന്നാൽ, MP വന്നാൽ, സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്ന ഒന്നും നടക്കത്തില്ല. നീ പ്രതീക്ഷിക്കുന്നത് നടക്കത്തില്ല. എന്നാൽ എൻ്റെ ദൈവം വന്നാൽ, എൻ്റെ ദൈവം, എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ലോകത്തിൽ പേരും പ്രശസ്തിയുള്ളവർ വന്നാൽ ഒന്നും നടക്കത്തില്ല. പക്ഷെ എൻ്റെ ദൈവം വന്നാൽ അന്തരീക്ഷം മാറും, സാഹചര്യം മാറും. ദൈവം വന്നാൽ സകല സാഹചര്യങ്ങൾ മാറും. കെട്ടുപൊട്ടും, രോഗബന്ധന അഴിയും, മുഖങ്ങൾ ഉടയും, ഇരുട്ടുകൾ നീങ്ങും, പിശാചിന്റെ പ്രവൃത്തികൾ അഴിയും, അന്ധകാര മണ്ഡലങ്ങൾ അഴിയും, ദുഷ്ടന്റെ ശക്തികൾ തകരും. പ്രാർത്ഥനയിൽ നട്ടതിനെ, പ്രാർത്ഥനയിൽ നട്ട കുടുംബത്തെ, പ്രാർത്ഥനയിൽ നട്ടതിനെ ആർക്കും തകർക്കാൻ കഴിയും. ജീസസ്. പ്രാർത്ഥിക്കുന്ന മകനെ, മകളെ, പ്രാർത്ഥനയിൽ നട്ടതിനെ തകർക്കാം. ചില മക്കളുടെ മേൽ ദൈവകൃപ ഇറങ്ങുന്നു. പ്രാർത്ഥിച്ചാണോ നീ നട്ടത്? പ്രാർത്ഥിച്ചാണോ നീ നട്ടത്? പ്രാർത്ഥിച്ചാണോ പണിതത്? പ്രാർത്ഥിച്ചാണോ തുടങ്ങിയത്? പ്രാർത്ഥിച്ചാണോ ചെയ്തത്? പ്രാർത്ഥിച്ചാണോ വീട്ടിൽ നിന്ന് പോയത്? പ്രാർത്ഥിച്ചാണോ? പ്രാപിച്ച അഭിഷേകത്തെ തകർക്കാൻ പ്രാർത്ഥിച്ച് പ്രാപിച്ചേനെ, പ്രാർത്ഥിച്ച് പ്രാപിച്ചേനെ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നട്ട സഭ തകരത്തില്ല. പ്രാർത്ഥിച്ച് നട്ട ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാണോ നീ നട്ടത്? പ്രാർത്ഥിച്ചാണോ കുഞ്ഞിനെ അയച്ചത്? പ്രാർത്ഥിച്ചാണോ നീ തുടങ്ങിയത്? പ്രാർത്ഥിച്ചാണോ നീ പോയത്? പ്രാർത്ഥിച്ച നീ പ്രാർത്ഥിച്ച് നട്ടതാണോ? പേടിക്കല്ലേ, പേടിക്കല്ലേ, പേടിക്കല്ലേ. ഇതിനെ നശിപ്പിക്കാൻ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒരു ദുഷ്ടാത്മാ ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ ആത്മാവ് മർക്കോസിന്റെ മാളിക മുറിയിൽ സ്തോത്രം യേശു ക്രിസ്തു പോയി. 40-ാം ദിവസം യേശു പോയി. 10 ദിവസം അവർ പള്ളിക്കകത്ത്, മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് അവർ 120 പേർ കാത്തിരുന്നു. പഴയ നിയമത്തിൽ ശലോമോന്റെ ആലയത്തിനകത്ത് 120 പുരോഹിതന്മാർ കാഹളം മുതിയെങ്കിൽ, പുതിയ നിയമത്തിൽ ഒരു മനസ്സോട് അവര് അവിടെ കർത്താവിനെ സ്തുതിച്ചെങ്കിൽ, അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയെങ്കിൽ, ഇവിടെ ഇതാ പുതിയ നിയമത്തിൽ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത്, തെറ്റിപ്പോകരുത്, എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണം ഈ വചനം. 120 പേർ ഒരു മനസ്സോട് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, പ്രാർത്ഥിച്ചവരുടെ മേൽ അഭിഷേകം ഇറങ്ങി. അഭിഷേകം ഇറങ്ങി. ആ അഭിഷേകം ഇന്ന് നദി പോലെ ഒഴുകുന്നു. ആ അഭിഷേകം ഇന്ന് നദി പോലെ ഒഴുകുന്നു. ആ അഭിഷേകത്തെ പിടിച്ചൊതുക്കാൻ കഴിയത്തില്ല. അഭിഷേകമുള്ളവനെ തകർക്കാൻ കഴിയത്തില്ല. അഭിഷേകമുള്ള നിന്നെ നശിപ്പിക്കാൻ. അഭിഷേകം പാടിയപ്പോഴല്ല വന്നത്. അഭിഷേകം പാടിയപ്പോഴല്ല വന്നത്. അഭിഷേകം വന്നത് യേശു വന്നപ്പോഴാണ് അഭിഷേകം വന്നേ. ആമേൻ, ആമേൻ, ആമേൻ. അഭിഷേകം പിതാവിനോട് യേശു ക്രിസ്തു പ്രാർത്ഥിച്ച് പ്രാപിച്ച് തന്നതത്രേ. ദൈവത്തിന് സ്തോത്രം. 10 ദിവസം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അല്ലേ? എന്നാൽ സ്തോത്രം, യഥാർത്ഥമായി പ്രാർത്ഥിച്ചു കൊടുത്തതാരാ? പരിശുദ്ധാത്മാവിനെ, യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഇവിടുന്ന് സ്വർഗത്ത് പോയിട്ട് പിതാവിനോട് പ്രാർത്ഥിച്ചു. എന്തോന്ന്? അപ്പാ, എന്നേക്കും കൂടെ ഇരിക്കാൻ എൻ്റെ മക്കൾക്ക് പരിശുദ്ധി ആത്മാ. ആരാ നട്ടത് പരിശുദ്ധാത്മാവിനെ? ഞാനും നിങ്ങളുമല്ല, എൻ്റെ അപ്പൻ പ്രാർത്ഥിച്ച് നട്ടു. എന്തോന്ന്? പരിശുദ്ധാത്മാവ്. 10-ാമത്തെ ദിവസം കാത്തിരുന്നവരുടെ നടുവിൽ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ വാങ്ങി 120 പേരുടെ അകത്തങ്ങ് നട്ടു. അവരിൽ അത് കിളിർത്തു വന്നു. അത് നദിയായി ഒഴുകി.
തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും. ഇന്ന് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആത്മാവ് പ്രാപിച്ചവൻ ഓ സ്തോത്രം. ഞാൻ പറയട്ടെ, സ്നാനപ്പെട്ട് പരിശുദ്ധൻ പ്രാപിച്ച മകനെ മകളെ, നീ ചില ഭാഗത്ത് ലീഡറാണ്, നീ അറിയുന്നില്ല. ഓ സ്തോത്രം. ഈ ജൂൺ മാസം 1-ാം തീയതി ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ, ഓ എന്നെ കേൾക്കുന്ന സഹോദരി, ഞാൻ വിളിച്ചു പറയട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റാത്തൊരു നദി, ഓ വിശ്വസിക്കുന്നവനിലൂടെ പറ്റുള്ളൂ, അവൻ നിന്ന് ഒഴുകുന്നുണ്ട്. ആർക്കും ഒതുക്കാൻ പറ്റാത്ത, ആർക്കും തകർക്കാൻ പറ്റാത്ത, ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു അഭിഷേകത്തിന്റെ നദി ഒഴുകുന്നുണ്ട്. ആമേൻ. ഞാൻ പറയട്ടെ, മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേരിരുന്നു. അവര് പോലും അറിയും മുമ്പ് സ്വർഗത്തിലെ ദൈവം 10-ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവത്തോട് യേശുക്രിസ്തു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പിതാവേ, ഇവരിതാ കാത്തിരിക്കുകയാണ്, ഓ എന്നേക്ക് ഇവരുടെ കൂടെ ഇരിക്കാൻ പരിശുദ്ധാത്മാവിനെ ഇവരുടെ മേൽ പകരണമേ എന്ന് പിതാവിനോട് അത് വാങ്ങി പുത്രനാകുന്ന യേശുക്രിസ്തു ആരുടെ മേൽ പകർന്നു? ഈ 120 പേരുടെ മേൽ നട്ടു. എന്തിന്? ഹല്ലേലൂയ. ഒഴുകാൻ. എന്തിനാ നട്ടേ? ആരാ നട്ടേ? കർത്താവ് നട്ടതിനെ പറിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? കർത്താവ് നട്ടതിനെ തകർക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? കർത്താവ് നട്ടതിനെ അതിനിടെ ആർക്കെങ്കിലും പറ്റുമോ? കർത്താവ് ആമേൻ. ഈ ഇത് ഇന്ന് ഒഴുകുന്നുണ്ട്. അയാൾ അറിയുന്നില്ല. ഓ സ്തോത്രം. അഭിഷേകം പ്രാപിച്ച വ്യക്തി അറിയുന്നില്ല. ആ മനുഷ്യനൊരു ലീഡറാണ്. അഭിഷേകം പ്രാപിച്ച വ്യക്തി എവിടെ പോയാലും ലീഡറാണ്. ഓ പാപത്തിൻ്റെ മുമ്പിൽ അഭിഷേകം പ്രാപിച്ച വ്യക്തി ആ സാത്താൻ്റെ മുമ്പിൽ അവനൊരു ലീഡറാണ്. എന്തോന്ന് ലീഡർ? സ്തോത്രം. ദുഷ്ടനെ ചതച്ചരച്ച കർത്താവായ യേശുവിൻ്റെ മണവാട്ടിയാണ് അഭിഷേകം പ്രാപിച്ചവൻ. കൃപ പ്രാപിച്ചവൻ ലീഡറാണ്. ദുഷ്ടൻ അവൻ്റെ മേൽ ഒരു സ്ഥാനവുമില്ല. ഈ ലീഡർ ദുഷ്ടനോട് പറയും, എടാ, എന്നെയോ എൻ്റെ കുടുംബത്തെയോ എൻ്റെ ദേശത്തിലോട്ടോ നീ വരാൻ നിനക്ക് അധികാരമില്ലെന്ന് ലീഡർ കൽപ്പിക്കുമ്പോൾ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? മർക്കോസിന്റെ മാളിക മുറിക്കകത്തുനിന്ന് പരിശുദ്ധാത്മാവ് പ്രാപിച്ചിറങ്ങിയപ്പോൾ അവർക്കൊന്നാമത് അവർ പോലും അറിയാതെ കിട്ടിയ ഒരു അധികാരമുണ്ട്, ഒരു ലീഡർ സ്ഥാനം. അതാരാ കൊടുത്തേ? പറ, ആരാ കൊടുത്തേ? എവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ? മർക്കോസിന്റെ മാളിക മുറിക്കകത്തുനിന്ന് അവർ ഇറങ്ങിയപ്പോൾ അവർ പോലും അറിയാതെ ഒരു ദൈവശക്തി അവരുടെ മേൽ നിറഞ്ഞു. എന്തിനെ? എടാ, എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ എൻ്റെ തലമുറകളുടെ മേലോ നിനക്ക് ഒരു അധികാരമില്ലടാന്ന് അവനെ അതിരിട്ട് മാറ്റാം. ഓ, ഇന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ മേലെ ആ ശക്തി ഉണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ടോ? നീ ഒരു ലീഡറാണ് കേട്ടോ. നീ ഒരു ലീഡറാണ്. എന്തുകൊണ്ട്? എന്താ നിന്നെ ലീഡറാക്കിയത്? അഭിഷേകം. ഓ ആത്മാവിന്റെ പകർച്ച നിന്നെ. ഓ ജീസസ്. പാപത്തിന്റെ മുമ്പിൽ നീ തോറ്റുപോകുന്ന ലീഡറല്ല, പാപത്തെ ജയിക്കാൻ ആത്മാവ്. ഓഹോ ജീസസ്. ഇത്രക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. ആമേൻ. ദൈവ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു കേട്ടോ. ഇസ്രായേലിനെ നേതാക്കന്മാരായിട്ട് അഭിഷേകം ചെയ്തു. ഇസ്രായേലിൽ സ്തോത്രം കഴിവ് കണ്ടിട്ടല്ല, ദൈവം തൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ചിലരെ ചില സ്ഥാനങ്ങളിൽ ഇരുത്തി. ഇന്ന് നിന്റെ മേൽ അഭിഷേകം പ്രാപിച്ച മകനെ മകളെ, നീ ഒരു ലീഡറാണെന്നുള്ള കാര്യം മറക്കല്ലേ. എന്തിൻ്റെ ലീഡർ? പൊങ്ങച്ചം കാണിക്കാനല്ല, പിന്നെയോ കർത്താവ് എൻ്റെ അകത്ത് പകർന്ന അഭിഷേകം ഓ ചില ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളോട് കൽപ്പിക്കും, നിനക്ക് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നിനക്ക് സ്ഥാനമില്ലടാ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ലീഡറുണ്ട്? ലീഡർ സ്ഥാനം എത്ര പേർക്കുണ്ട്? നഷ്ടപ്പെടാതെ ഇന്നും അത്. ഓ ജീസസ്. ഹല്ലേലൂയ. അവനെ തകർക്കാൻ കഴിയത്തില്ല. അന്ധകാര മണ്ഡലത്തിന് തകർക്കാൻ കഴിയത്തില്ല. യോസഫിന്റെ മേൽ ശക്തി ഉണ്ടായിരുന്നു. അവൻ പോയെടുത്ത് എല്ലായിടത്തും യോസഫ് ആരായിരുന്നു? ലീഡർ. യോസഫ് ആരാ? അഭിഷേകമുള്ളവൻ. അവൻ പോയെടുത്തെല്ലാം ആരായിരുന്നു? എല്ലായിടത്തും. നീ ആരെന്ന് മനസ്സിലാക്ക. ഓ നീ ആരെന്ന് മനസ്സിലാക്ക. ഓ എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ആരെന്ന് മനസ്സിലാക്ക. ഓ ഏതുമല്ലാത്ത എന്നെ നിന്നെ തെരഞ്ഞെടുത്ത് നമ്മുടെ അകത്ത് പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തെന്ന് നീ അറിയുന്നുണ്ടോ? നമ്മൾ അറിയുന്നുണ്ടോ? ഒന്ന്, ആ മർക്കോസിന്റെ മാളിക മുറിക്കകത്തുനിന്ന് ആ അഭിഷേകം പ്രാപിച്ചവൻ അവൻ പോലും അറിയാതെ ഒരു ലീഡറാണ്. ഇതിനകത്ത് എത്ര ലീഡർമാരുണ്ട്? എത്ര പേരുണ്ട്? ഇരുട്ടിന്റെ ശക്തിയെ ഇറങ്ങടാ എന്നെ വിട്ടെന്ന് പറയാൻ. കൊച്ചുമക്കളെ കേൾക്കുന്നുണ്ടോ ഇത്? ജീസസ്. എത്ര ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചവരുണ്ട് ഇതിനകത്ത്? ഞാൻ പറയാം, വയസ്സ് പ്രായ ഭേദമില്ലാതെ നീ ക്രിസ്തു യേശുവിന്റെ ആത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ
നീ ലീഡറാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്, ആമേൻ. നീ ആരാണ്? നീ ആരാണ്? പറ. ലീഡർ. ആഹാവിൻ്റെ മുമ്പേ ഓടാം. അഭിഷേകമുള്ള ഏലിയാവ്. ആഹാവ് ആരാ? ആമേൻ. മന്ത്രവാദി മന്ത്രം ചെയ്യുന്ന പൂജകൾ എത്തും മുൻപേ ഓടാൻ ദൈവം കണ്ടത് അഭിഷേകമുള്ള ലീഡറെയാ. ഓ, വെളിപ്പെടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പെടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഇന്ന് ഇത് പ്രാപിച്ചിട്ട് പോകാവൂ. ഇന്ന് ഉറങ്ങി ഇരുന്നിട്ട് പോകരുത്. ഉറങ്ങി ഇരുന്നിട്ട് പോകരുത്. ചില ആഹാവിൻ്റെ മുമ്പേ ഓടാൻ. നിനക്കെതിരെ ശത്രു പണിയുന്ന പദ്ധതികളെ ഉടയ്ക്കാൻ അവൻ ചെന്ന് തകർക്കും മുമ്പേ ഓടി അവന്റെ പദ്ധതികളെ നില്ലടാന്ന് പറയാൻ, അവന്റെ പരിപാടികളെ അനങ്ങല്ലെന്ന് പറയാൻ. ആഹാവ് രഥത്തിലോടി, രഥം പൂട്ടി ഓടിയല്ലേ? എന്നാൽ ഏലിയാവ് എങ്ങനെ ഓടിയ? അര മുറുക്കി ഓടി. ഓ, ആഹാവ് എങ്ങനെ മക്കളെ ഓടിയേ? രഥം പൂട്ടി ഓടിയല്ലേ? ഏലിയാവ് എങ്ങനെ ഓടിയേ? അര മുറുക്കി. ഓ, എന്നിട്ട് ആരാദ്യം എത്തി? അഭിഷേകമുള്ളവൻ പിശാചിന്റെ മണ്ഡലങ്ങൾ അവന്റെ പദ്ധതി തുടങ്ങും മുമ്പേ ധൈര്യത്തോടെ പറ. അവന്റെ പ്ലാൻ, അവന്റെ പദ്ധതി നടക്കുന്നതിന് മുന്നമേ ആത്മാവില്ല ലീഡർ മുമ്പേ എത്തി അവന്റെ പ്ലാൻ, അവന്റെ പദ്ധതി, അവന്റെ പരിപാടിയെ സ്റ്റോപ്പ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയും ചലിച്ചു പോരുതെന്ന് പറയും. ഇത് ലീഡറിനെ പറ്റുമോ? നിനക്കെതിരെ, നിന്റെ ജീവിതത്തിനെതിരെ ഭരിക്കുന്ന ചില ഇരുട്ടിനെ ചലിക്കരുതെന്ന് പറയാൻ, നിന്റെ തലമുറകൾക്കെതിരെ, തലമുറകളുടെ നന്മയ്ക്കെതിരെ, കുടുംബത്തിനകത്ത് എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല. പക്ഷെ നീ അഭിഷേകം പ്രാപിച്ച പൈതലാണോ? പക്ഷെ നിന്റെ അകത്തൊന്നുണ്ട്, ഒരു ലീഡറിന്റെ സ്ഥാനമുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളെ ശത്രുവിനുള്ളതല്ല, അത് ദൈവത്തിൻ്റെതാ. നിനക്ക് ദൈവം തന്നതാ. നീ അധികാരത്തോടെ പറയുമ്പോൾ അഭിഷേകം നിന്റെ മേൽ വന്നാൽ നീ ആരാണ്? ലീഡറാണ്. ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്? നമ്മൾ സാധാരണക്കാരിയാണോ? അല്ല. നമുക്കെതിരെ സഞ്ചരിക്കുമെന്ന് പറയുന്ന, തകർക്കുമെന്ന് പറയുന്നതിൻ്റെ മുഖത്ത് നോക്കി ചലിക്കരുതെന്ന് പറയാൻ, അനങ്ങിപ്പോകരുതെന്ന് പറയാൻ, എൻ്റെ കുഞ്ഞിനെ തൊട്ട് പോകരുതെന്ന് പറയാൻ, എൻ്റെ റോഡിൻ്റെ അവശത്ത് പോലും വരാൻ നിനക്ക് അധികാരം. എത്ര പേര് പറയുന്നുണ്ട്? എത്ര പേരുടെ അകത്തൊരു അഭിഷേകത്തിന്റെ പുതപ്പ് വീഴുന്നുണ്ട്? ഒരു തീ കത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയാം, നിന്റെ മേൽ അത് ഉണ്ടായിരുന്നു, അത് ഇന്ന് പുതുക്കം പ്രാപിക്കുക. നിന്റെ മേലെ അധികാരം ഉണ്ടായിരുന്നു, നീ അറിഞ്ഞില്ല. പക്ഷേ ഇന്നത് ഇന്നത് ജ്വലിക്കുകയാ. അത് ജ്വലിച്ചു വെളി വരികയാ. നിന്റെ അകത്തതുണ്ട്. ആമേൻ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ അകത്ത് അഭിഷേകം ഉണ്ടെങ്കിൽ പിശാചിന് എൻ്റെ അടുത്ത് വരാൻ പറ്റുമോ? പിശാച് എന്നെ കാണുമ്പം അവനോടും. കാരണം അഭിഷേകമുള്ളവൻ ലീഡറാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആകുന്നുണ്ടോ? ഇല്ലേ? സ്വത്രം. ചിലർ പറയാറുണ്ട്, ഓ ജീസസ്, ഞാൻ ആ രൂപം കണ്ടു, ഈ രൂപം കണ്ടു. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് പറഞ്ഞു, ഞാൻ ഇന്ന രൂപം കണ്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ ഇപ്പം എത്ര ദിവസം കൊണ്ട് കാണുന്നില്ല? ആ കുഞ്ഞ് പറഞ്ഞ മറുപടി കേൾക്കണോ? ഞാൻ ഇത്ര ദിവസം കൊണ്ട് കാണുന്നില്ല. എന്നിട്ട് അടുത്ത് പറഞ്ഞ വരി. സ്വത്രം. അന്ന് ഞാൻ ആ രൂപം കാണാൻ കാരണം അന്ന് വേദപുസ്തകം വായിച്ചില്ല, അതാണ് രൂപം കണ്ടത്. വേദപുസ്തകം വായിക്കുന്ന രൂപം കാണാതിരിക്കാനാണോ? പേടിക്കാതിരിക്കാനാണോ? വേദപുസ്തകം വായിക്കുന്നത് എന്തിനാ? യേശുവിനെ കാണാൻ.
യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ, യേശുവിനെ രുചിച്ചറിയാൻ, യേശുവിൻ്റെ കൃപയിൽ നിറയാൻ, യേശുവിനോട് സംസാരിക്കാൻ, യേശുവിനെ അനുഭവിച്ചറിയാൻ, യേശുവിനെ പോലാകാൻ, യേശുവിനെ വായിക്കാൻ, യേശുവിനെ മനസ്സിലാക്കാൻ, ആ ഹൃദയം വായിക്കാനാണ് വേദപുസ്തകം വായിക്കുന്നത്. പക്ഷെ അഭിഷേകം ലീഡറാക്കും. അഭിഷേകം എൻ്റെ അകത്ത് വന്നാൽ പിശാച് എൻ്റെ മുമ്പിൽ നിൽക്കത്തില്ല. അവൻ ദൂരെ കൂടെ വരുമ്പോൾ പറയും, ഇന്നാൾ അഭിഷേകമുള്ള ആൾ അവിടെ ഉണ്ട്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ പേടിക്കുന്ന കുഞ്ഞുങ്ങളാണോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ, ദൈവശക്തി നിങ്ങളുടെ അകത്ത് നിറഞ്ഞാൽ, ഞാൻ പറയാം, ശത്രു നിങ്ങളെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. അവൻ ഓടും. പേടിപ്പിക്കുന്ന സ്വപ്നം കാണുമോ? ഞെക്കുന്ന സ്വപ്നം കാണുമോ? എറിയുന്ന സ്വപ്നം കാണുമോ? ആ രൂപം ഈ രൂപം കാണുമോ? എന്താ കാണാത്തെ? ഇനി ആ രൂപം മാറുകയല്ല, അങ്ങനെ കാണുന്നവരെ ഞാൻ പറയാം, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ നീങ്ങും. ജീസസ് അഭിഷേകം തകർക്കും. ലീഡറാണ്. 2, അഭിഷേകം. ദൈവത്തിന് സ്തോത്രം. 1, അഭിഷേകം ഒരു വ്യക്തി പ്രാപിക്കുമ്പോൾ ആ വ്യക്തിയെ അസാധാരണമായ ചില മണ്ഡലങ്ങൾക്കകത്ത് ഒരു ലീഡർ സ്ഥാനത്താണ്. പക്ഷെ ആ വ്യക്തി അറിയുന്നില്ല. നീ അറിയണം, നീ ആരാണെന്ന്, ഞാൻ ആരാണെന്ന്. എൻ്റെ അകത്ത് പകർന്ന അഭിഷേകം ആര് നട്ടെന്ന്. എങ്ങനെ ആര് നട്ടെന്ന്? എങ്ങനെ ആരാണ് നട്ടതാരാ? യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ വാങ്ങി എൻ്റെ അകത്ത് നട്ടു. എന്തിന്? നദിയായി ഒഴുകാൻ. അഭിഷേകം പ്രാപിച്ചവൻ 1 ലീഡറാണ്. 2, യോവേൽ പ്രവചനന്റെ പുസ്തകം വായിക്കുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 28 അപ്പോസ്തല പ്രവൃത്തികൾ 2:17 വായിക്കുമ്പോൾ വായിച്ചേ. സ്തോത്രം. വായിച്ചേ. 2 യോവേൽ 2:28 വായിച്ചേ. യോവേൽ 2 അതിന്റെ ശേഷമോ 25 മുതൽ വായിച്ചേ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി. നീ അഭിഷേകം പ്രാപിച്ച ആളാണെങ്കിൽ ഞാൻ പറയാം, ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ, ഇതിനെല്ലാം നീ തിരിച്ചു പ്രാപിച്ചിരിക്കും. കാരണം നിന്റെ മേലെ അതിനുള്ള അധികാരം. നഷ്ടപ്പെട്ടത് മുഴുവനും തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തരിപ്പണമാക്കിയ ചില നന്മകളെ, അതിനെ മുഴുവനും നീ തിരിച്ച് പ്രാപിക്കുമെന്ന് ഇന്ന് ഇതിനകത്ത് വചനത്തിലൂടെ വ്യക്തമായി കേൾക്കുകയാണ്. ഇന്ന് ഇതിനകത്ത് സമാധാനം നഷ്ടപ്പെട്ടുവോ, അഭിഷേകം നഷ്ടപ്പെട്ടുവോ, പ്രാർത്ഥന നഷ്ടപ്പെട്ടുവോ, കൃപകൾ നഷ്ടപ്പെട്ടുവോ, എന്നാൽ നീ അത് തിരികെ പ്രാപിച്ചിട്ടേ പോകൂ. ഹല്ലേലൂയ. വായിച്ച വരി ഒന്ന് വായിച്ചേ. 2:25 വായിച്ചേ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിക്കാൻ. വേദപുസ്തകം പറയുന്നു, കീശിൻ്റെ മകൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ 2-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇതാ കീശിൻ്റെ മകൻ ശൗല് കീശിന് 12-ന്റെ 1, 2, 3 വായിച്ചേ. കഴുത എന്താ നഷ്ടപ്പെട്ടെ? കഴുത നഷ്ടപ്പെട്ടു. കഴുതയ്ക്ക് വേണ്ടിയാണ് ശൗൽ എന്ത് ചെയ്തത്? ശൗലിനെ പറഞ്ഞയച്ചത്. പക്ഷേ ശൗല് കഴുതയെ തോടിപ്പോയപ്പോൾ കിട്ടിയത് കഴുതയല്ല, കിട്ടിയത് അഭിഷേകമായിരുന്നു. ഇന്ന് നീ പലതും തേടിയായിരിക്കും, പല വിഷയത്തോടെ ആയിരിക്കും നീ പള്ളിക്കകത്ത് വന്നിരിക്കുന്നത്. എങ്ങനെ? പല വേദനയോടെ, വിഷയത്തോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ, കണ്ണുനീരോടെ എന്നായിരിക്കും ചിന്തിച്ച് ഇവിടെ വന്നത്. പക്ഷേ നീ നഷ്ടപ്പെട്ട കഴുതയ്ക്കായിരിക്കും വന്നത്. നീ തേടുന്നത്, നീ തിരയുന്നത്, പക്ഷെ നിനക്ക് തരുന്നത് അതല്ല, അതിനേക്കാളും ശ്രേഷ്ഠമായത്. നീ നഷ്ടപ്പെട്ടത് സ്വത്രം തേടണ്ട, അത് നിന്റെ അടുത്ത് വരും. പക്ഷേ അഭിഷേകത്തെ നിന്റെ മേൽ പകർന്നയക്കാൻ നീ തേടി വന്നതല്ല, നീ കൊണ്ടുപോകുന്നത് വിശേഷപ്പെട്ട ഒന്നിനെ. എന്തിനാ തേടി വന്നേ? കഴുതനെ തേടി വന്നു അല്ലേ? പക്ഷെ കിട്ടി എന്തോന്നാ? അഭിഷേകം. ശൗലിൻ്റെ മേൽ അഭിഷേകം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആള് മാറി. അഭിഷേകം നിന്റെ അകത്തുണ്ടോ? സദൃശവാക്യം 6-ാം അധ്യായം 30, 31 വായിക്കുമ്പോൾ 7 മടങ്ങായി നഷ്ടപ്പെട്ടതിനെ അഭിഷേകം മടക്കി കൊണ്ടുവരും. എങ്ങനെ? നഷ്ടപ്പെട്ടതിനെ 7 മടങ്ങായി അഭിഷേകം ഉള്ള പൈതൽ മടക്കി കൊണ്ടുവന്നിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. 1 ശമൂവേൽ 30-ാം അധ്യായത്തിനകത്ത് സ്വന്തം ദാവീദിനെ ചിലത് നഷ്ടപ്പെട്ടപ്പോൾ ദാവീദ് മുട്ടുമടക്കി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ
ദൈവം പറഞ്ഞു, സ്വത്രം, നീ പിന്തുടരുക, നീ അവയെ എത്തി പിടിക്കും. ദൈവത്തിൽ അവൻ ശക്തിപ്പെട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. ഒന്നുപോലും പോകാതെ അവൻ മുഴുവനും തിരികെ പ്രാപിച്ചു. അഭിഷേകമുള്ളവൻ കഴിഞ്ഞ നാളുകൾ നഷ്ടപ്പെട്ട പ്രാർത്ഥന, വിശ്വാസം, വിശുദ്ധ ജീവിതം, ആരാധന, ഇന്ന് ഈ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ പിടിച്ചും കൊണ്ടേ പോകും. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടത് ഒന്നുകൂടെ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഒന്ന്, അഭിഷേകം നിന്നെ ലീഡറാക്കുന്നു. എവിടെയൊക്കെ ലീഡറാകുമെന്ന് അറിയാമല്ലോ. 2, അഭിഷേകം നഷ്ടപ്പെട്ടത്, തുള്ളനും പച്ചപ്പുഴുവും വെട്ടുക്കിളിയും തകർത്തു കൊണ്ടുപോയത് സകലത്തെയും നീ തിരികെ പ്രാപിക്കും. എങ്ങനെ? നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് പ്രാപിക്കും. 3, അഭിഷേകം എത്രയും പ്രാപിക്കും? 7 മടങ്ങായി പ്രാപിക്കും. 3, അഭിഷേകം നിന്റെ മേൽ ഉണ്ടെങ്കിൽ നിനക്ക് ആത്മാവിൻ്റെ ഒരു മുന്നേറ്റമുണ്ട്. ആത്മാവിൻ്റെ ഒരു മുന്നേറ്റമുണ്ട്. സങ്കീർത്തനങ്ങൾ 65:9 പറയുന്നു, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം ഒഴുകിയിരിക്കുന്നു. ആമേൻ, സ്വത്രം. ആത്മാവ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നിന്റെ മേൽ ദിവസം തോറും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ വർദ്ധിക്കും? 1, ദൈവത്തിൻ്റെ നദിയായി. 2, ദൈവത്തിൻ്റെ കാറ്റായി നീ വീശും. 37 യെഹെസ്കേൽ 37 കാറ്റായി വീശും. സങ്കീർത്തനം 65:9 ദൈവത്തിൻ്റെ നദിയായി നീ ഒഴുകും. യെഹെസ്കേൽ 37 അഭിഷേകമുള്ളവൻ ദൈവത്തിൻ്റെ കാറ്റായി വീശും. 1 രാജാക്കന്മാർ 18 ദൈവത്തിൻ്റെ തീയായി നീ കത്തും. യെഹെസ്കേൽ 48 ദൈവത്തിൻ്റെ മഴ പെയ്യുന്നു. കാറ്റ്, മഴ, തീ, ഇതെല്ലാം ചലിക്കും. ഇത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. കാറ്റ്, മഴ, തീ. ആ തീ നിന്റെ അകത്തുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചേ, തീ നിന്റെ അകത്തുണ്ടെങ്കിൽ, തീയാകുന്ന പരിശുദ്ധന്മാർ നിന്റെ അകത്തുണ്ടെങ്കിൽ, പാപം ഇതെല്ലാം എന്ത് ചെയ്യും? കത്തി എരിഞ്ഞ് അമരും. നോക്ക്, മനസ്സിലായിക്കേ. ആ തീ, പരിശുദ്ധാത്മാവ് തീ നിന്റെ അകത്തുണ്ടെങ്കിൽ പാപം നിന്നെയും എന്നെയും വിഴുങ്ങാതെ ഓരോ സെക്കൻഡും ആ പാപത്തിൻ്റെ ശക്തികളെ, പിശാചിൻ്റെ പദ്ധതികളെ പരിശുദ്ധാത്മാവ് കത്തിക്കും. നോക്കിക്കേ, കാറ്റ് പരിശുദ്ധാത്മാവായി എന്നിൽ നിറഞ്ഞൊഴുകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എന്നെ കൊണ്ടെത്തിക്കേണ്ടടുത്ത് കാറ്റുപോലെ നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നദി പോലെ ഒഴുക്കുമ്പോൾ അത് തെക്കോട്ട്, വടക്കോട്ട്, കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട്, അത് ഒരിടത്തും ആർക്കും ഒതുക്കി വെക്കാൻ എത്ര പേർക്ക് ഇത് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നദിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് തീയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അത് ഒഴുക്കാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അത് അഗ്നിജ്വാല പോലെ കത്തിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അത് വീശും. ഹല്ലേലൂയ. അത് തീയാണേ, അത് ചിലത് കത്തിക്കുന്നതാണ്. നിനക്ക് മുന്നേറ്റമുണ്ട്. നീ സ്തംഭിച്ചിരിക്കുമെന്നല്ല, പാറ പോലെ ഇരിക്കുന്നുവല്ല. ദൈവത്തിൻ്റെ കൃപയുള്ളവൻ മുന്നോട്ട് പോകും. ദൈവത്തിൻ്റെ കൃപയുള്ളവൻ യെരിഹോ കാണുമ്പോ ദൈവത്തിൻ്റെ കൃപ പറയും, യെരിഹോവിനെ ഇടിച്ച് തകർത്ത് നീ മുന്നോട്ട് പോ. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി എനിക്ക് അറിഞ്ഞുകൂടാ. യെരിഹോ നിന്റെ മുമ്പിൽ നിന്നാൽ, അഭിഷേകമുള്ള പൈതലെ, യെരിഹോ നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അഭിഷേകം പറയും, ആ യെരിഹോവിനെ ഇടിച്ച് നീ മുന്നോട്ട് പോ എന്ന് പറയും. യോർദാൻ വന്നപ്പോൾ ദൈവം പറഞ്ഞു, പേടിക്കണ്ട. ദൈവം പറഞ്ഞു, യോർദാനെ വിഭാഗിച്ച് നീ മുന്നോട്ട് പോ. അതെ 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 ഗോലിയാത്ത് വന്ന് നിന്നപ്പോൾ ദൈവം പറഞ്ഞു, അവന്റെ വാൾ ഊരി വെട്ടിയിട്ട് നീ മുന്നോട്ട്. യോർദാനോട് പറഞ്ഞു, വഴി മാറുക. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അഭിഷേകം നിന്നെ ഒതുക്കുമെന്നല്ല, അഭിഷേകം ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ആളായി കാറ്റുപോലെ വീശേണ്ടടുത്ത്, നദി പോലെ ഒഴുകേണ്ടടുത്ത്, പാപം വരുമ്പോൾ കത്തിക്കുന്ന തീയായി, ജീസസ് ദുഷ്ടമണ്ഡലങ്ങളെ ഉടയ്ക്കുന്നതായി, ഗോലിയോത്തിനെ പോലെ വൻ ശക്തികൾ വന്ന് നിൽക്കുമ്പോൾ അവയെ തകർക്കുന്ന. ആമേൻ ആമേൻ ആമേൻ. നീനകത്ത് എത്രയൊക്കെ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഈ വചനം ഇന്ന് ജനത്തെ ആളിക്കത്തുകയാണ്. ഈ വചനം ഇന്ന് ജനത്തെ ആളിക്കത്തുകയാണ്. അഭിഷേകമുണ്ടോ? നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല. അഭിഷേകമുണ്ടോ?
ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 11 ഇനി 4 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ പറയട്ടെ, അഭിഷേകം നിന്റെ മേൽ ഉണ്ടോ? നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഓ ജീസസ്. ആമേൻ. പഴയ നിയമത്തിനകത്ത് 50-ാമത്തെ ദിവസം സീനായ് മലയുടെ മുകളിൽ മോശ കയറി. അവിടെ ഇതാ ദൈവത്തിൻ്റെ വചനത്തെ, കൽപ്പലകളെ പ്രാപിച്ചവൻ ഇറങ്ങി വന്നു. കർത്താവിനോടുകൂടെ സഞ്ചരിച്ചു. ഒരു തീയായി ദൈവത്തിൻ്റെ പ്രവൃത്തി ആ മനുഷ്യനിലൂടെ വെളിപ്പെട്ടു. പുതിയ നിയമത്തിനകത്ത് 50-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അന്ന് മുതൽ 50-ാമത്തെ ദിവസം ഇതാ യേശുക്രിസ്തു പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് 120 പേരുടെ മേൽ അത് പകർന്നു. അഭിഷേകം പ്രാപിച്ചവൻ ഒരു ലീഡറാണ്. അവനൊരു ലീഡർ സ്ഥാനത്താണ്. അവനെ തകർക്കാൻ കഴിയത്തില്ല. 2, അഭിഷേകം പ്രാപിച്ചവൻ നഷ്ടപ്പെട്ടതെല്ലാം എത്ര മടങ്ങായി തിരികെ പ്രാപിക്കും? പറ പറ. നഷ്ടപ്പെട്ടത് എത്ര? 7. പറഞ്ഞേ, എത്ര മടങ്ങ്? തെറ്റിപ്പോരുത്. എത്ര മടങ്ങ്? 7. കുഞ്ഞുങ്ങളെ പറ, അഭിഷേകം പ്രാപിച്ചവൻ എത്ര മടങ്ങായി തിരികെ പ്രാപിക്കും? നഷ്ടപ്പെട്ടതല്ല 7 മടങ്ങ്. 3, അഭിഷേകം പ്രാപിച്ചവൻ യെരിഹോ കണ്ട പേടിക്കത്തില്ല. ഓ ആമേൻ. പർവ്വതം കണ്ട പേടിക്കത്തില്ല. ഗോലിയത്തിനെ കണ്ട പേടിക്കത്തില്ല. ചെങ്കടൽ കണ്ട ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം. യോർദാൻ കണ്ട പേടിക്കത്തില്ല. ആമേൻ ആമേൻ. പിശാചിനെ കണ്ട പേടിക്കത്തില്ല. അന്ധകാര ശക്തികളെ കണ്ടാൽ അഭിഷേകമുള്ളവൻ പേടിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്തും. സങ്കീർത്തനം 89:20 മുതൽ വായിക്കുമ്പോൾ അഭിഷേകമുള്ളവൻ ദൈവത്തിൻ്റെ ഫേവറാണ്. ദൈവിക സംപ്രീതി ഉള്ള വ്യക്തിയാണ് അഭിഷേകം പ്രാപിക്കുന്ന വ്യക്തി. സ്വതം 2 പേരുടെ പേര് പറയാം. ആ പ്രീതി പ്രാപിച്ചത് എന്താണ് അങ്ങനെ പറയാൻ കാരണം? ദൈവത്തിൻ്റെ ഫേവർ എന്ന് പറയാൻ എന്താ അതിൻ്റെ അർത്ഥം? അർത്ഥം എന്താ? ഒരുപാട് പേർ ഉണ്ടായിരുന്നപ്പോൾ, ഒരുപാട് ആരോഗ്യമുള്ളവർ, കഴിവുള്ളവർ, മിടുക്കുള്ളവർ, പഠിപ്പുള്ളവർ ഉണ്ടായിരുന്നപ്പോൾ അപ്പനെ മറന്നുപോയ ദാവീദ് എന്ന, കുഞ്ഞുങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൻ മറന്നുപോയ എല്ലാ മക്കളെയും പരിഗണിച്ചപ്പോൾ, പരിഗണിക്കാതെ വിട്ടുപോയ, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? പരിഗണിക്കാതെ വിട്ടുപോയ ദാവീദ് കിടന്നത് എവിടെയാ? കാട്ടിൽ. കിടന്നത് എവിടെയാ മക്കളെ? ദാവീദ് കിടന്നത് എവിടെയാ? താമസിച്ചതും പാർത്തതൊക്കെ എവിടെയാ? പറ. കാട്ടിൽ. കാട്ടിൽ കിടന്ന ഒരു യോഗ്യതയില്ലാത്ത അയോഗ്യനായ അവൻ്റെ മേൽ ദൈവം തൂക്കിയെടുത്ത് വീട്ടിനകത്ത് കൊണ്ടുവന്ന് ഈ അഭിഷേക തൈലം ഒഴിച്ചപ്പോൾ അവൻ, കാട്ടിലുള്ളവൻ, ഇപ്പോൾ കൊട്ടാരത്തിനകത്ത് രാജസിംഹാസനത്തിൽ രാജാവ്. ദൈവത്തിന്റെ ഫേവറിന്റെ അർത്ഥം മനസ്സിലായോ? എന്താ ഫേവർ? കാട്ടിൽ കിടക്കേണ്ടവൻ, ചെളിയിൽ കിടക്കേണ്ടവൻ, ഏതുമല്ലാത്തവൻ, ഒന്നുമല്ലാത്തവൻ, അവനെ ദൈവം തൂക്കിയെടുത്ത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനാക്കി വീട്ടിൽ കൊണ്ടുവന്ന് അഭിഷേക തൈലം പകർന്ന് ഒരു യോഗ്യതയുമില്ലാത്ത അയോഗ്യനെ കൊണ്ടുവന്ന് അഭിഷേകം കൊടുത്ത് അവനെ സിംഹാസനത്തിൽ ഇരുത്തിയത് ദൈവത്തിൻ്റെ അഭിഷേകം, ഫേവർ. ഇനി ഒന്നുകൂടെ പറയാം, പറഞ്ഞു നിർത്തും. 1 ദാവീദെങ്കിൽ, 2 സ്വതം എസ്തർ. ആരുമില്ലാത്ത, അപ്പനില്ല, അമ്മയില്ല, ആരുമില്ല. എസ്തർ ഒന്നുമില്ലാത്തവളെ വളർന്നു. മക്കളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്നുമില്ല എസ്തറിനെ, ഒന്നും പറയാനില്ല. അവളെ വളർത്തച്ച ചിറ്റപ്പൻ മാത്രമേ ഉള്ളൂ. ഭയങ്കര ഭംഗിയോ, ഭയങ്കര മിടുക്കോ, ഭയങ്കര സമ്പത്തോ, വീടോ, ആസ്തിയോ, ഭയങ്കര പേരോ, പ്രശസ്തിയോ ഇല്ല. എന്നാൽ ആ എസ്തറിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അഭിഷേകം എസ്തറിനെ, സ്തോത്രം, ഏതുമല്ലാത്ത ചവറായിരുന്ന എസ്തറിനെ കൊട്ടാരത്തിനകത്ത് വസ്തിക്ക് പകരം രാജ്ഞിയാക്കി മാറ്റി. ഒറ്റ ദൂതോട് പറഞ്ഞ് ഞാൻ നിർത്തും. പുറംപോക്കിൽ കിടന്ന, ചെളിയിലും ചേറ്റിലും പാവത്തിൽ കിടന്ന സാലി എന്ന ഏറ്റവും പാവിയെ, ലോകത്തിലെ ഏറ്റവും പാവികളിൽ ഒന്നാമതായ എന്നെ
തൂക്കിയെടുത്ത് മണവാട്ടിയാക്കാൻ മുദ്ര മോതിരമിട്ട് അഭിഷേകം തന്ന് പാപത്തെ ഉണർത്തിച്ച് ശബ്ദം കേൾപ്പിച്ച് ഈ അപ്പനെ വിളിച്ചു പറയാൻ എന്നെ കൂടെ ചേർത്ത് പിടിച്ച് മണവാട്ടിയാക്കി ഒരു ദിവസം അപ്പൻ ഇരിക്കുന്നിടത്ത് എന്നെ കൂടെ ഇരുത്താൻ എൻ്റെ ദൈവം എന്നിൽ പ്രീതി തോന്നിയ ആ ഫേവർ രാത്രി അഭിഷേകം നിന്നെ വ്യത്യസ്തനാക്കും. എത്രക്ക് മനസ്സിലായി?